ഈ കൊച്ചു വെളുപ്പാങ്കാലെ ആരായി വിളിക്കുന്നേ? ഒന്ന് നടക്കാൻ പോലും സമ്മതിക്കുകയില്ല. ഹലോ, ചെറമൽ മത്തായി, ആരാ? ഓ, നീയായിരുന്നോ? നീ എന്നാടാ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് മനുഷ്യനെ മനസമാധാനമായി ഒന്ന് നടക്കാൻ പോലും സമ്മതിക്കുകയില്ല. എന്നതാ? ഉറക്കെ പറയടാ, എന്നതാ? ഓ എടാ, അതെ, ഇടുക്കിയിൽ എൻ്റെ തോട്ടത്തിൽ നിന്ന് നമ്മുടെ കറിയാച്ചൻ നല്ല വെടിയിറച്ചി കൊണ്ടുവന്നു. നല്ല മുറ്റിയ കാട്ടുപന്നി, കൂടെ 5-6 കുപ്പി നല്ല സ്വയംഭം വാറ്റും. എൻ്റെ പെണ്ണുമ്പിള്ള അതങ്ങ് വരട്ടിയെടുത്ത് ഒരു 4 പ്ലേറ്റ് പന്നി വരട്ടും കൂട്ടി ആ കുപ്പി അങ്ങ് തീർത്തു ഇന്നലെ. അതിൻ്റെ ഏനക്കേട് മാറാൻ രാവിലെ ഒന്ന് നടക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് നിൻ്റെ ഈ കോപ്പിലെ വിളി. പിന്നെ കോൺട്രാക്ടറെ, ഞാൻ ഒരു കാര്യം പറയാം. 2 മാസം കഴിഞ്ഞ് എൻ്റെ കൊച്ചിൻ്റെ കല്യാണമാണ്. അതിനു മുമ്പ് എൻ്റെ പുതിയ വീടിൻ്റെ പണി നീ തീർത്ത് തന്നില്ലേ, നിന്നെ വെടിയിറച്ചിയാക്കി ഞാൻ നാട്ടുകാരെ കൊണ്ട് തീറ്റിക്കും. നിനക്ക് ഈ ചെറമേൽ മത്തയെ ശരിക്കും അറിയാമല്ലോ. നീ വിളിച്ച കാര്യം പറ. രാവിലെ 8 മണിക്ക് വണ്ടി വരുമോ? പിന്നെ നല്ല വില കൂടിയ ഇറ്റാലിയൻ മാർബിളാണ് വണ്ടിയിൽ വരുന്നത്. സൂക്ഷിച്ചേക്കണം. പറഞ്ഞേക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ആ വഴിക്കാണ് പോകുന്നത്. സൈറ്റിലെ ഗേറ്റും ആ ഫ്രണ്ട് ഡോറും ഞാൻ തുറന്നിട്ടേക്കാം. പിന്നെ ഞാൻ എവിടെ അവന്മാരെ കാത്തു നിൽക്കത്തില്ല. എനിക്ക് രാവിലെ അബ്കാരികളുടെ മീറ്റിംഗ് ഉണ്ട് കൊച്ചിയിൽ. നീ വന്നോണം സൈറ്റിൽ, പറഞ്ഞേക്കാം. എന്നാ ശരി. നാശങ്ങൾ! ഈ ചെറമൽ മത്തായുടെ വീടിൻ്റെ നേർക്ക് നോക്കി തന്നെ വേണോ ഇവറ്റകൾക്ക് കുരയ്ക്കാൻ? ഇതുങ്ങൾക്ക് രാവിലെ വേറൊരു പണിയില്ലേ? പന്ന പാട്ടികളെ! ഈ ചെറമൽ മത്തയുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെട്ടാൽ പാട്ടുകൾക്ക് മാത്രമല്ല, മനുഷ്യന്മാർക്ക് ഇതായിരിക്കും ഗതി. അത് ശരി, അവൻ്റെ ബംഗാളി പണിക്കാർ ഗേറ്റ് അടയ്ക്കാതെയാണോ പോയത്? പന്നന്മാർ! നിങ്ങി വരട്ടെ, തീർക്കും ഞാൻ. കർത്താവേ, 4-5 കോടി മുടക്കി ഉണ്ടാക്കുന്ന കൊട്ടാരമായത് ചെറമൽ പാലസ്. എൻ്റെ കൊച്ചിൻ്റെ കല്യാണത്തിന് മുമ്പ് ഇതിൻ്റെ പണി തീർത്ത് തന്നാൽ മതിയായിരുന്നു ആ കോപ്പൻ കോൺട്രാക്ടർ സണ്ണി. ഇല്ലെങ്കിൽ അവനെ ഞാൻ പുകയ്ക്കും. ഫുൾ ലോഡ് ഡബിൾ ബാരൽ ഗണ്ണ് ഞാൻ ചുമ്മാ കാണാൻ വേണ്ടിയല്ല വീട്ടിൽ തൂക്കിയിട്ടേക്കുന്നത്. കർത്താവേ, പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. ഇതാരേ വരാന്തേ കിടന്നുറങ്ങുന്നേ? ആ ഗേറ്റ് പൂട്ടാതെ പോയമാരെ പറഞ്ഞാൽ മതിയല്ലോ. കണ്ട ഏരെണ്ണം കെട്ടതൊക്കെ എൻ്റെ വീട്ടിലാണ് കിടന്നുറക്കം. നാശം! എഴുന്നേക്കടി ശവമേ! ഈ ചെറമൽ മത്തയുടെ വീടിൻ്റെ വരാന്ത തന്നെയാണ് കിട്ടിയുള്ളോ നിനക്ക് കിടന്നുറങ്ങാൻ? എഴുന്നേക്കടി, ചാവിട്ട് ഞാൻ! കർത്താവേ, ചതിച്ചോ? ശവം, ശരിക്കും ശവം! അയ്യോ! മലയാളം FM 104.6 വേണ്ടി ഐഡിയ വെബ് പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന 6ാമത് റേഡിയോ നാടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കുറ്റാന്വേഷണ കേസ് ഡയറി എന്ന നാടക പരമ്പരയിലെ 2ാം അധ്യായം, ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ. പ്രൊഡ്യൂസ്ഡ് ബൈ സിന്ധു പുനൂസ് ആൻഡ് ജോർജ് ചീരൻ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ മജോ കോടാലി. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ബൈ ശംഭു ശ്രീകുമാർ. morning, sir. Good morning. Good morning. Good morning. Good morning, sir. Good morning. Good morning, sir. Good morning. Good morning, sir. Good morning. Sir, good morning. Good morning.
ഈ ഫോൺ എടുക്കാൻ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഹലോ ഹലോ, ഹനീഫ് റാത്ത സ്പീക്കിംഗ്. സർ, ഗുഡ് മോർണിംഗ്. യെസ് സർ, ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. നമ്മുടെ ബാങ്ക് റോബറി സസ്പെക്റ്റിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോയതാ. യെസ് സർ, കിട്ടി. എല്ലാവരെയും കിട്ടി. താങ്ക് യു സർ. പിന്നെ ഞാൻ സാറിനെ ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഈ വരുന്ന സാറ്റർഡേ എൻ്റെ മോള് ഉമ്മക്കുലസുവിൻ്റെ 3ാം പിറന്നാളാണ്. സാറിനെയാണ് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത്. സാറും ഫാമിലിയും തീർച്ചയായും വരണം. അധികം ആരുമില്ല സർ. സാറും ഫാമിലിയും, പിന്നെ എൻ്റെ ഫാമിലിയും, പിന്നെ മോളുടെ കുറച്ച് ഫ്രണ്ട്സും, അത്രയേ ഉള്ളൂ. വാട്ട്? ഓ യെസ്, അറിയാം സർ. ചെറുമേൽ ഗ്രൂപ്പിൻ്റെ മുതലാളി ചെറുമേൽ മത്തായി. ആർക്കാണ് സാർ അറിയാൻ മേലാത്തത്? അതും അറിയാം സർ. നമ്മുടെ മൂത്തോട്ട് ജംഗ്ഷനിൽ നിന്നും റൈറ്റ് തിരിഞ്ഞാൽ ആ വയലിൻ്റെ സൈഡിലായിട്ടാണ് ആ പുതിയ വീട് പണിയുന്നത്. അതിനെ വീടെന്നല്ല വിളിക്കേണ്ടത്, കൊട്ടാരം എന്നാലും കഷ്ടമായി പോയി സർ. ഹോമിസൈഡ് ആണെന്ന് കൺഫേം ചെയ്തോ? ഞാൻ അങ്ങോട്ട് പോയിക്കോളാം സർ. ആരാണ് എന്നെ അസിസ്റ്റ് ചെയ്യുന്നത്? ഓ ഗ്രേറ്റ്, മായ വർമ്മ. എക്സലൻറ്റ്. ഷീസ് വെരി സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻറ്റ്. നോ സർ, ഐ എം വെരി കംഫർട്ടബിൾ വർക്കിംഗ് വിത്ത് ഹർ. താങ്ക് യു സർ. Sure, sir. I know I have to cancel the birthday party. That would be fine, sir. I'm sure she would be fine too. എൻ്റെ ഉമ്മക്കുലസു, നീ പ്രാവശ്യം കൂടി ഈ വാപ്പച്ചിയോട് ക്ഷമിക്ക്. എൻ്റെ പടച്ചവനെ, നല്ലൊരു വാപ്പ ആവാൻ നീ സമ്മതിക്കില്ലല്ലോ. അൽഹംദുലില്ലാ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എടോ കോൺസ്റ്റബിൾ, ഒറ്റ ഒരുത്തനെയും ഈ കോമ്പൗണ്ടിൽ കയറ്റി പോരുത്. അത് നാട്ടുകാരായാലും ശരി, പത്രക്കാരായാലും ശരി, കേട്ടല്ലോ. കൂടുതൽ ഫോഴ്സിനെ വേണമെങ്കിൽ വിളിച്ചോണം. ഹലോ മായ, ഗുഡ് ടു സീ യു അഗെയിൻ. Sir, Hey, take it easy. very good to see you too, sir. സാറാണ് ലീഡ് ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ ഐ എം റിയലി എക്സൈറ്റഡ്. ബട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത് ഇങ്ങനെയൊരു കാരണം കൊണ്ടാണല്ലോ എന്നോർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം. കാരണം എന്തുമായിക്കോട്ടെ, ചെറുമേൽ മത്തായുടെ ഇനിയും പണി തീരാത്ത ഈ കൊട്ടാര കവാടത്തിനേക്കാൾ കണ്ടുമുട്ടാൻ ഉചിതമായൊരു സ്ഥലം വേറെ എവിടെയുണ്ട് മായ? ആട്ടെ, അയാൾ എന്തിയേ? അയാൾ അകത്തെ മുറിയിലുണ്ട്. സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു. അയാൾ ഇപ്പോഴും നല്ല ഷോക്കിലാണ്. നന്നായി പേടിച്ചിട്ടുമുണ്ട്. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടികേറ്റുന്നവൻ എന്ന് വീമ്പടിച്ച് നടക്കുന്ന ചെറുമേൽ മത്തായിക്ക് പേടിയോ? ഭഗവാൻ തേരി മായ. ഓക്കെ, അപ്ഡേറ്റ് മീ. ഷുവർ സർ. മിസ്റ്റർ മത്തായി രാവിലെ നടക്കാൻ പോകുമ്പോൾ കോൺട്രാക്ടർ സണ്ണിയുടെ ഫോൺ വരുന്നു. 8 മണിയാകുമ്പോൾ മാർബിൾ ഇറക്കാൻ വണ്ടി വരും, അതുകൊണ്ട് ഗേറ്റും വീടിൻ്റെ വാതിലും തുറന്നിടണം എന്ന്. നടക്കാൻ പോകുന്ന വഴി മത്തായി ഇവിടെ എത്തി.
നോക്കുമ്പോൾ ഗേറ്റ് തുറന്നും കിടക്കുന്നു. സാധാരണ പണി കഴിഞ്ഞു പോകുമ്പോൾ പണിക്കാർ താഴിട്ട് പൂട്ടാറാണ് പതിവ്. മത്തായി അകത്തു വന്നപ്പോൾ വരാന്തയിൽ ഒരു പെണ്ണ് കിടന്നുറങ്ങുന്നു. എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. അയാൾ പറഞ്ഞത് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി എന്നാണ്. പക്ഷേ അയാളുടെ ഷൂസിൻ്റെ പാട് അവരുടെ വസ്ത്രത്തിലുണ്ട്. സോ ഐ അസ്യൂം അയാൾ അവർക്കിട്ട് ചവിട്ടി എന്നാണ്. അപ്പോഴാണ് അയാൾ അറിയുന്നത് അതൊരു ശവമായിരുന്നു എന്ന്. മത്തായുടെ പേടി ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആട്ടെ, എന്താണ് ഫോറൻസിക്കിൻ്റെ ഇനീഷ്യൽ അസസ്മെൻറ്റ്? അതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സർ. എന്താ, പറയൂ, കേൾക്കട്ടെ. മരിച്ചത് ഒരു സ്ത്രീയാണ്. ഏകദേശം 30-35 വയസ്സ് പ്രായം. വളരെ മെലിഞ്ഞ ശരീരപ്രകൃതം. നിലവിൽ ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ID കാർഡോ ബാഗോ മറ്റൊന്നും തന്നെയില്ല ബോഡിക്കടുത്ത്. ഫോറൻസിക്കുകാരുടെ ഇനിഷ്യൽ അസസ്മെന്റിൽ തലയുടെ പിൻഭാഗത്ത് കട്ടിയുള്ള എന്തിലോ നിന്നും അതിശക്തമായി അടിയേറ്റതാണ് മരണകാരണം. തലയുടെ പിൻഭാഗത്തെ ക്ഷതം കണ്ടിട്ട് അടിക്കാൻ ഉപയോഗിച്ച വസ്തു പരന്ന ഷേപ്പുള്ള എന്തോ ആണ്. ശരീരത്തിൽ വേറെ മുറിപ്പാടുകൾ ഒന്നുമില്ല. ഓക്കെ, പക്ഷെ ഇതിൽ എന്താണ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് മായ? പറയാം സർ. ഒരുപക്ഷേ ഇത് സാറിൻ്റെ പോലും കരിയറിലെ ആദ്യത്തെ അനുഭവമായിരിക്കും. ഓഹോ, ഓക്കെ. ഈ പ്രേതം ഫ്രോസൺ ആണ് സർ. വാട്ട്? വാട്ട് ഡു യു മീൻ ഫ്രോസൺ? ലൈക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത പോലെയോ? എക്സാക്ട്ലി സർ. ലൈക്ക് ഡീപ്പ് ഫ്രോസൺ. ഫോറൻസിക് പറയുന്നത് ഈ ശരീരത്തിനെ ഫ്രീസറിൽ നിന്നും എടുത്തിട്ട് ഏകദേശം 3 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ്. All right. I agree with you, Maya. It's interesting. Very interesting. So that means it didn't happen here. Or in fact, നമുക്കറിയില്ല എവിടെയാണെന്നും എപ്പോഴാണ് ഈ മരണം സംഭവിച്ചതെന്ന്, അല്ലേ? യെസ് സർ. എവിടെയാണ്, എന്നാണ് ഈ കൊലപാതകം നടന്നത് നമുക്കറിയില്ല. Interesting, huh? ഓക്കെ മായ, ബോഡി ഫോറൻസിക്സിന് അയക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്സ് വഴി ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, റൈറ്റ്? ബട്ട് മീൻ ടൈം കേരള പോലീസിൻ്റെ ഡേറ്റാബേസിലുള്ള എല്ലാ മിസ്സിംഗ് പേഴ്സൺ ഫയൽസും എനിക്ക് വേണം. ഓക്കെ, ആ വഴിക്കും കൂടി നമുക്ക് അന്വേഷിക്കാം. പിന്നെ ആ കോൺട്രാക്ടർ സണ്ണിയെയും അയാളുടെ പണിക്കാരെയും പൊക്കണം. എന്നിട്ട് ആ മത്തായി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് കൺഫേം ചെയ്യണം. ഓക്കെ സർ. സർ, വൺ മോർ തിങ്. പറമായ. ഇന്ന് രാവിലെ പത്രമിടാൻ പോയ പയ്യൻ ഒരു പച്ച കളർ ലോറി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. ഏകദേശം 4-4:30. അതിൻ്റെ സൈഡിൽ കമ്പനിയുടെ പേരുണ്ടായിരുന്നു. അവൻ പേരോർക്കുന്നില്ല, പക്ഷേ എന്തോ ട്രാൻസ്പോർട്ട് എന്നായിരുന്നു സൈഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓ, ഗ്രേറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ ഏരിയയിലുള്ള എല്ലാ ട്രാൻസ്പോർട്ട് കമ്പനിയും ചെക്ക് ചെയ്യണം. അത് നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ മായ, ഐ ആം ഹെഡിങ് ബാക്ക് ടു ദ സ്റ്റേഷൻ ടു ചെക്ക് ദ മിസ്സിംഗ് പേഴ്സൺ ലിസ്റ്റ്. ഓക്കെ. താൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് വരൂ. ആ ASI രഘുവിനോട് ഫോറൻസിക്കാരുടെ കൂടെ പോകാൻ പറയൂ. എന്നിട്ട് തനിക്ക് അപ്ഡേറ്റ്സ് തരാൻ പറയൂ. See you at the office. Sure sir, see you soon. Okay. Excuse me sir, may I come in? Yes, Maya. Please come in. Sir,
മിസ്സിംഗ് പേഴ്സൺസ് ഫയൽ റിവ്യൂസ് എവിടം വരെ ആയി? തുടങ്ങിയിട്ടേ ഉള്ളൂ. ആയിരക്കണക്കിന് ഫയൽസ് ഉണ്ട് മായ. ഫീൽ ഫ്രീ ടു ജംപ് ഇൻ ആൻഡ് ഹെൽപ്പ് മീ. അയ്യോ, ഞാൻ വന്നു കയറിയ സമയം നല്ലതല്ല എന്ന് തോന്നുന്നു. താൻ വന്നതുകൊണ്ട് എന്റെ സമയം നന്നായി. തന്റെ സമയത്തിന്റെ കാര്യം സംശയമാണ്. ഹലോ, ഹനീഫ് റാവുത്തർ സ്പീക്കിംഗ്. ഓ ഹായ് ഡോക്ടർ. പത്തോളജിസ്റ്റ് ആണ്. ഓ ഓക്കെ. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ ഡോക്ടർ. ആസ് യൂഷ്വൽ റിപ്പോർട്ട് ഉടനെ തന്നെ വേണം. അറിയാമല്ലോ എൻ്റെ കാര്യം. ആൻഡ് ഡോക്ടർ, can you please email me her details? Okay? Thank you. പഠിച്ചവനെ, നിങ്ങൾ കാത്തു. എന്താണ് സർ ഇൻഫർമേഷൻ? നമ്മൾ രക്ഷപ്പെട്ടുമായ. വി ടേൺഡ് ഔട്ട് ടു ബി ലക്കി. പാത്തോളജി ചെയ്തപ്പോ പ്രേതത്തിന്റെ ഫിംഗർ പ്രിന്റ് ഹിറ്റ് കിട്ടി. ഷീസ് ഇൻ our database. Make arrangements to return those missing person files, Maya. ഓ ഈശ്വര, രക്ഷപ്പെട്ടു. കുടുംബക്ഷേത്രത്തിലേക്ക് ഞാനൊരു വഴിപാട് നേർന്നതേയുള്ളൂ. അല്ലെങ്കിൽ ഈ ഫയൽ മുഴുവനും തപ്പി തപ്പി തീരുമ്പോൾ എന്റെ റിട്ടയർമെന്റ് ആയനേ സർ. പ്ലീസ് ഷെയർ ദ ഡീറ്റെയിൽസ് സർ, ആൻഡ് ഐ കാൺട്ട് വെയിറ്റ് ടു ഹിയർ ഓൾ ദോസ് ഡീറ്റെയിൽസ്. Sure. പത്തോളജിസ്റ്റിന്റെ നിഗമനം അത് തന്നെയാണ്. മരണകാരണം തലയ്ക്ക് പുറകിൽ കട്ടികൂടിയ, ചിലപ്പോ ഒരു ഇരുമ്പ് പാത്രമാകാം. എന്തോ കൊണ്ടോ അതിശക്തമായ കെട്ടിയാടി. ശരീരത്തിൽ വേറെ മുറിവുകളൊന്നും തന്നെയില്ല. ഉള്ളിൽ വിഷം ചെന്നതായും കണ്ടെത്താനായില്ല. ഓക്കെ. മരിച്ച കുട്ടിയുടെ പേര് ആൻസി ജോസഫ്. 32 വയസ്സ് പ്രായം. Wait, let me check her and her family details in our database. Oh, come on. മായ, കുടുംബക്ഷേത്രത്തിൽ കൂടുതൽ വഴിപാട് കഴിക്കാൻ നേർന്നോളൂ. എന്നാലും നമ്മുടെ സമയം അടുത്തൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല. പഠിച്ചവനെ, അന്റെ ഉറക്കളികളെ. എന്താണ് സർ? ഒന്ന് വേഗം പറയൂ. എന്റെ ഹാർട്ട് റേറ്റ് ഇപ്പൊ തന്നെ എലവേറ്റ് ആയി. കൂൾ ഡൗൺ മായ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരിച്ച കുട്ടിയുടെ പേര് ആൻസി ജോസഫ്. ബിസിനസ്സുകാരനായ ഒരു മിസ്റ്റർ ജോസഫ് കുര്യന്റെ ഭാര്യ. 2 കുട്ടികളുടെ അമ്മ. ജോസഫ് കുര്യന്റെ അഡ്രസ് ഫ്ലാറ്റ് നമ്പർ 17, സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സ്, മുനിസിപ്പൽ ലൈൻ, കീച്ചേരി. ആൻസിയുടെ അച്ഛൻ്റെ പേര് അലക്സാണ്ടർ മാത്യു. അഡ്രസ് പ്ലാക്കിൽ ഹൗസ്, ചുങ്ങം. ഈ ആൻസി അറിയപ്പെടുന്ന ഒരു ഡ്രഗ് ആഡിക്റ്റ് ആയിരുന്നു. 1-2 തവണ വീട്ടിൽ നിന്നും ഒളിച്ചോടി പോയിട്ടുമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഡേറ്റാബേസിൽ കയറിയത്. ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മളെ കുഴപ്പിക്കാൻ പോകുന്നത്. The last case lodged against Nancy was a missing person complaint. അതെ, അവളെ കാണാനില്ല എന്ന് അവളുടെ ഭർത്താവ് ജോസഫ് നൽകിയ കംപ്ലൈന്റ്. അതും 5 വർഷങ്ങൾക്ക് മുമ്പ്. 17th December 2011 റിപ്പോർട്ട് പ്രകാരം ആൻസിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. Well, at least until today. Oh God, 5 years? എന്താണ് സർ ആ മിസ്സിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? മിസ്സിംഗ് റിപ്പോർട്ട് പ്രകാരം 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേരം കടയിൽ പോകാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ആൻസി പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. 2 കൊച്ചു കുഞ്ഞുങ്ങളെയും തനിച്ചാക്കി അവൾ എങ്ങോട്ടോ പോയി മറഞ്ഞു. അടുത്ത ദിവസവും മടങ്ങി വരാതിരുന്നപ്പോൾ ജോസഫ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. കേസ് അന്വേഷിച്ചത് ഒരു CI മഹാദേവൻ. അന്ന് CI മഹാദേവൻ ആ സ്കൈലൈൻസ് അപ്പാർട്ട്മെന്റ്സിലെ സെക്യൂരിറ്റി ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. അയാളുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 16-ാം തീയതി വൈകുന്നേരം ആൻസി ഫ്ലാറ്റ് വിട്ട് പുറത്തു പോകുന്നതായി അയാൾ കണ്ടിട്ടില്ല. മറ്റൊരു തുമ്പും കിട്ടാത്തതുകൊണ്ട് ആസ് യൂഷ്വൽ വെറുമൊരു മാൻ മിസ്സിംഗ് കേസായി കൺസിഡർ ചെയ്ത് ഹി ക്ലോസ് ദ കേസ്. പോരാത്തതിന് ആൻസിയുടെ ഡ്രഗ് റെക്കോർഡ്സും. CI Mahadevan came to an easy conclusion. Idiot. I hate these kinds of officers. 5 വർഷം കാണാതാവുക. So that means... Yes, Maya. Things aren't looking good for us. Postmortem table കിടക്കുന്ന ആ ആൻസി ഈ കഴിഞ്ഞ 5 വർഷത്തിൽ
എപ്പോ വേണമെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാം. അവളുടെ ശവശരീരം എത്രയോ കാലമായി ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കാം. ഓഹ്, ദിസ് ഇസ് അൺബിലീവബിൾ. ഇത് നമ്മളെ ശരിക്കും കുഴപ്പിക്കുമല്ലോ സർ. ആരായിരിക്കും ആൻസിയെ കൊന്നത്? എന്തിനായിരിക്കും അവളുടെ ശരീരം ഇത്രയും കാലം ഫ്രീസറിൽ സൂക്ഷിച്ചത്? എവിടെയായിരിക്കും അവളെ സൂക്ഷിച്ചിരുന്നത്? എന്തിനാണ് ഇപ്പോൾ അവളെ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് ഉപേക്ഷിച്ചത്? യെസ് മായ, ഐ നോ. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ അന്വേഷിക്കുന്ന ഈ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാൻ നമ്മൾ കുറേ വർഷം പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. ലെറ്റ്സ് ഗെറ്റ് അപ്പ് ഫോർ എ ട്രിപ്പ് മായ. ഭഗവാൻ തേരി മായ. ഈ ജോസഫിനെ പിടിച്ച് ശരിക്കും ഒന്ന് പൊട്ടിച്ചാൽ സത്യം പുറത്തു വരും എന്നാണ് എനിക്ക് തോന്നുന്നത് സർ. അതെന്താ മായ അങ്ങനെ തോന്നാൻ? അല്ല സർ, ആൻസിയെ കാണാതായിട്ട് ഒരു ദിവസം കഴിഞ്ഞാണ് അയാൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് അത് മാത്രവുമല്ല സർ, മിസ്സിംഗ് പേഴ്സൺ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് സൂട്ടാകുന്നില്ല. ആൻസിയെ കാണാതായ അന്ന് വൈകുന്നേരം അവൾ കടയിൽ പോകാൻ എന്ന് പറഞ്ഞ് ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങി എന്നാണ് ജോസഫിന്റെ മൊഴി. എന്നാൽ ഫ്ളാറ്റിന്റെ വാച്ച്മാൻ അവളെ കണ്ടിട്ടുമില്ല. സോ ഐ ഫെൽറ്റ് സംതിങ് റോങ് ദെയർ. വാ, നമുക്ക് ജോസഫിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. താൻ ആ കോളിംഗ് ബെൽ അടിക്കേ. സർ, ആരാ? ഹലോ ജോസഫ്, ഞാൻ DYSP ഹനീഫ് റാവുത്തർ. ഇതിൻ്റെ കോളീഗ് SI മായ വർമ്മ. നമസ്കാരം സർ. നമസ്കാരം. പക്ഷേ ഏത് ജോസഫ്? എൻ്റെ പേര് ജോസഫ് എന്നല്ല. ഓക്കെ, സോറി. ജോസഫിനെ ഒന്ന് വിളിക്കാമോ? സർ, ഇവിടെ അങ്ങനെ ഒരാളില്ല. എൻ്റെ പേര് ഗോപി. കുറച്ച് മാസങ്ങളായി ഞാനാണ് ഇവിടെ താമസിക്കുന്നത്. ഞാൻ മാത്രമേ ഇവിടെ താമസമുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിയതാവും. ഇത് സ്കൈലൈൻ അപ്പാർട്ട്മെന്റ്സിലെ ഫ്ലാറ്റ് നമ്പർ 17 അല്ലേ? അതെ, ഇതാണ് ഫ്ലാറ്റ് 17. പക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്ന ജോസഫ് എന്നൊരാൾ ഇവിടെയില്ല. എനിക്കറിയുകയുമില്ല. If you don't mind, can we please come in? വരൂ. ഓ, നിങ്ങൾ തപ്പുന്ന ജോസഫ് ചിലപ്പോൾ നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന ആളായിരിക്കും. ഏകദേശം 8-9 മാസം മുൻപ് അങ്ങനെ ഒരാൾ ഇവിടെ താമസിച്ചിരുന്നു എന്ന് എൻ്റെ ലാൻഡ് ലോഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ മാത്രമാണ് ഇവിടെ താമസം. ജോസഫ് ഇപ്പോൾ എവിടെയാണ് താമസം എന്നറിയാവോ? അതല്ലേ കഷ്ടം. 8 മാസം മുൻപ് മൈസൂരിലേക്ക് പോകുന്ന വഴി ആരോ അയാളെ വെടിവെച്ച് കൊന്നു. What? എന്താ സംഭവിച്ചത്? മോഷണ ശ്രമത്തിൻ്റെ ഇടയിൽ സംഭവിച്ചതാണെന്നാണ് ഈ ഫ്ലാറ്റിൻ്റെ ലാൻഡ് ലോഡ് എന്നോട് പറഞ്ഞത്. കൂടുതലൊന്നും എനിക്കറിയില്ല. അല്ല, അതിനെപ്പറ്റി അന്വേഷിക്കാനാണോ സാർ വന്നത്? അല്ല, അതെ, അതും കൂടി അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. അതെ. അല്ല, അതും അന്വേഷിക്കണമല്ലോ, അല്ലേ? Yes, of course. Mr. Gopi, if you don't mind, can we do a quick walk through your flat? അതെന്തിനാണ് സാർ? അയാളെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ. മാത്രവുമല്ല, കഴിഞ്ഞ 8-9 മാസമായി ഞാൻ മാത്രമാണ് ഇവിടെ താമസം. ആരുടെ ഒന്നും തന്നെ ഇവിടെയില്ല. ലുക്ക് മിസ്റ്റർ ഗോപി, നിങ്ങൾ പറഞ്ഞതെല്ലാം എനിക്ക് വിശ്വാസമാണ്. പക്ഷേ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒന്നും തുറന്നു നോക്കാൻ പോകുന്നില്ല. ജസ്റ്റ് ഈ ഫ്ലാറ്റിൻ്റെ ലേഔട്ട് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം. ഒന്ന് കണ്ടിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ പൊക്കോളാം. അങ്ങനെ കാണാൻ മാത്രമുള്ള ലേഔട്ട് ഒന്നും ഇല്ല സാർ. ഒരു ബെഡ്റൂം, ഒരു അടുക്കള, ഒരു ബാത്റൂം, പിന്നെ ഒരു വർക്ക് ഏരിയ, അത്രേ ഉള്ളൂ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. സാറ് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് കയറി കണ്ടോ. താങ്ക് യു മിസ്റ്റർ ഗോപി. അപ്പോൾ ശരി എന്നാ മിസ്റ്റർ ഗോപി, വളരെ നന്ദി. ഓക്കെ സാർ, താങ്ക് യു. ഈശ്വരാ, ഒരു മരണം അന്വേഷിക്കാൻ വന്ന നമുക്ക് ഇനി 2 അന്വേഷിക്കേണ്ട അവസ്ഥ വരുമോ സർ?
ഇൻട്രസ്റ്റിംഗ് മായ, വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് തൽക്കാലം ആൻസിയുടെ മാറ്റർ മാത്രം ഫോക്കസ് ചെയ്യാം. ജോസഫിൻ്റെ മാറ്റർ വഴിയേ വരട്ടെ. എന്തായാലും മൈസൂർ പോലീസിൽ നിന്നും അയാളുടെ കേസ് ഫയൽ എടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം. അതും കൂടി അറിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കേസിനും ഗുണം ചെയ്താലോ, അല്ലേ? തീർച്ചയായും സർ. അല്ല, ഇനി എന്താണ് നമ്മുടെ പരിപാടി? ഇനി നമുക്ക് ചുങ്കം വരെ പോയി അപ്പനെ ഒന്ന് കാണാം. സർ, ആൻസിയുടെ അപ്പനെ, മിസ്റ്റർ അലക്സാണ്ടർ മാത്യുവിനെ. മക്കളെ, പതുക്കെ ഓടിക്കളിക്ക്, നിങ്ങൾ വീഴും. ആ അങ്ങനെ. അനുമോളെ, വഴക്കുണ്ടാക്കാതെ കളിക്ക്. ഈ കുട്ടികളുടെ ഒരു കാര്യം. എൻ്റെ ചുറ്റും കിടന്നോടാതെ. എനിക്ക് കാലുവയ്യാന്ന് അറിഞ്ഞുകൂടെ? ദേ, ഇങ്ങനാണ് കളിക്കുന്നതെങ്കിൽ ഞാൻ കയറിപ്പോവും, പറഞ്ഞേക്കാം. ആരാ? മിസ്റ്റർ അലക്സാണ്ടർ മാത്യു, ആൻസിയുടെ അപ്പച്ചൻ? അതെ, ഞാനാ അലക്സാണ്ടർ മാത്യു, ആൻസിയുടെ അപ്പച്ചൻ. ആരാ നിങ്ങളൊക്കെ? സർ, ഞാൻ DYSP ഹനീഫ് റാവുത്തർ. ഇതെൻ്റെ കോളീഗ് SI മായ വർമ്മ. നമസ്കാരം സർ. ഞങ്ങൾ കൊച്ചിയിൽ നിന്നും വരികയാണ്. അങ്ങേ ഒന്ന് കാണാൻ. വിരോധമില്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ. ഒരു സെക്കൻഡേ. മക്കളെ, അപ്പച്ചൻ അകത്തോട്ട് പോകുക. നിങ്ങൾ പുറകെ പോയി കളിച്ചോ. ദേ, സൂക്ഷിച്ചോണം. നിങ്ങൾ വാ, അകത്തിരുന്ന് സംസാരിക്കാം. നിങ്ങൾ ദേ അങ്ങോട്ടിരിക്കെ. ഇവിടെ ഇപ്പോ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യ മേരി, ആൻസിയുടെ അമ്മച്ചിയെ, പള്ളിയിൽ പോയിരിക്കുക എൻ്റെ കൊച്ചിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ആരുമില്ല. ഐ ആം വെരി സോറി. അയ്യോ, നോ പ്രോബ്ലം സർ. ഈ സമയത്ത് ബുദ്ധിമുട്ടിക്കുന്നതിൽ സർ ക്ഷമിക്കണം. നിങ്ങളോട് ഞാൻ നന്ദിയല്ലേ പറയേണ്ടത്? ജീവനോടെ അല്ലെങ്കിലും എൻ്റെ മോളെ നിങ്ങൾ തിരിച്ചു തന്നില്ലേ? ലോകത്തൊരച്ഛനും പറയാൻ പാടില്ലാത്തതാണെന്നറിയാം, എങ്കിലും ഞാൻ പറയുക. സ്വന്തം കുഞ്ഞിന്ന് വരും നാളെ വരും എന്ന് കരുതി ഈ കഴിഞ്ഞ 5 വർഷം കാത്തിരിക്കുന്നതിൻ്റെ അത്രയും വേദനയില്ല സാറേ അവളുടെ മരണം അറിഞ്ഞപ്പോൾ. എൻ്റെ മേരി ഓരോ ദിവസം കഴിയും തോറും അവളുടെ ഉള്ളു കത്തിത്തീരുന്നത് ഞാൻ കണ്ടതല്ലേ. ഒന്നുമില്ലെങ്കിലും ഇനി അവൾക്കൊന്ന് സമാധാനിക്കാമല്ലോ. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ എവിടെയാണെന്നറിയാമല്ലോ. ഞങ്ങൾക്കെന്നും അവളെ അവളുടെ കുഴിമാടത്തിൽ പോയി ഒന്ന് കാണാമല്ലോ. നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്. Our heartfelt condolences, sir. സത്യത്തിൽ ആൻസിയെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. സാറിന് ബുദ്ധിമുട്ടാവുകയില്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് കണ്ട ആ 2 കുട്ടികൾ ആരാണെന്ന് പറഞ്ഞാൽ? അതോ, അത് ആൻസിയുടെ മക്കൾ തന്നെയാണ്. അനുവും പിനുവും ഇരട്ടകളാണ്. അവർക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ആൻസി അവരെ വിട്ടു പോയത്. 3 വയസ്സ്, എൻ്റെ ഉമ്മക്കുലുസുവിൻ്റെ അതേ പ്രായത്തിൽ. പിന്നെ ജോസഫ് കൂടെ പോയപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ പോന്നു. ഇനി അവർക്ക് വേണ്ടിയാണ് എൻ്റെയും മേരിയുടെയും ബാക്കിയുള്ള ജീവിതം. അവർ രണ്ടും പറക്കമുറ്റുന്നതുവരെ ആയുസ് തരണേ എന്ന് മാത്രമാണ് ഇപ്പൊ കർത്താവിനോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.
ജോസഫ് എങ്ങനെയാണ് മരിച്ചത് എന്ന് സാറിന് അറിയുമോ? അറിയാമോന്നു? കർത്താവ് കൊടുത്ത ശിക്ഷയാ. പാപം ചെയ്യുന്നവൻ അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ. പാപം ചെയ്തെന്നോ? ജോസഫ് എന്ത് പാപമാണ് ചെയ്തത്? അയാൾക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയത്? പറയാം. മക്കളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ആരെയോ കാണാൻ വേണ്ടി മൈസൂർക്ക് പോയതാ. ഇവിടുന്ന് മൈസൂർക്ക് പോകും വഴിയാണ് അത് സംഭവിച്ചത്. മോഷണശ്രമത്തിൻ്റെ ഇടയിൽ ആരോ അയാളെ വെടിവെച്ച് കൊന്നു എന്നാണ് പോലീസ് ഞങ്ങളോട് പറഞ്ഞത്. അയാളുടെ കാറിൽ നിന്നും വിലപിടിപ്പുള്ള എല്ലാം കാണാതെ പോയി. ഒരു തെളിവ് പോലും കിട്ടാത്തത് കാരണം മൈസൂർ പോലീസ് ആ കേസ് ക്ലോസ് ചെയ്തു. ഒരു കണക്കിന് അവൻ മരിച്ചത് നന്നായി. ഞങ്ങൾക്ക് ഈ 2 പേരക്കുട്ടികളെ കിട്ടിയില്ലേ, എൻ്റെ ആൻസിയുടെ മക്കളെ. എന്ത് പാപമാണ് ജോസഫ് ചെയ്തതെന്ന് സർ പറഞ്ഞില്ല? ഓ, അതിനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും അവൻ ചീത്തയായിരുന്നു സാറേ. എൻ്റെ മോളെ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവൾ ഇവിടെ വന്നിരുന്ന് കരയുമായിരുന്നു. എന്നാൽ ഞാൻ ചോദിച്ച ഒന്നും പറയുകയുമില്ല. പക്ഷേ എനിക്കറിയാമായിരുന്നു അവൻ ചീത്തയാ സാറേ, ദുഷ്ടനാ. അല്ലെങ്കിൽ എൻ്റെ പാവം മോളെ വേദനിപ്പിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അവസാനമായി കാണാതാകുന്നതിന് മുൻപും ആൻസി 2-3 തവണ ഒളിച്ചോടിയിട്ടുണ്ടല്ലോ. അതെന്തിനായിരുന്നു? അതുകൊണ്ടെന്താ? ശരിയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ അവൾക്ക് ചില വേണ്ടാത്ത കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു, ചില വേണ്ടാത്ത ദുശീലങ്ങളും. അതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം അവൾ ഓടിപ്പോയിട്ടുമുണ്ട്. പക്ഷേ എനിക്കറിയാം സാറേ, ഈ 2 കുട്ടികൾ ഉണ്ടായതിനു ശേഷം അവൾ എല്ലാം നിർത്തിയിരുന്നു. ഈ കുട്ടികളെ പിരിഞ്ഞിരിക്കാൻ അവൾക്കൊരിക്കലും കഴിയുമായിരുന്നില്ല. എനിക്ക് ഉറപ്പാണ് സാറേ, അവൾ അന്ന് അവിടുന്ന് ഓടിപ്പോയതല്ല. പിന്നെ? അതെനിക്കറിയില്ല. അവനോട് ചോദിക്കേ. അവന്റെ കൂട്ടുകാരനുണ്ടല്ലോ, എല്ലാത്തിനും അവന് വളം വെച്ച് കൊടുക്കുന്നവൻ, ആ പ്രവീൺ. അവൻ പറയുമല്ല മറ്റവളുടെ പേരും. മറ്റവളുടെ പേരോ? മനസ്സിലായില്ല. എല്ലാ പാപികൾക്കും കാണുമല്ലോ ആ വിഹിതം. ജോസഫിനും ഉണ്ടായിരുന്നു എന്നാ ആൻസി പറഞ്ഞത്. എനിക്കിതിൽ കൂടുതൽ ഒന്നും അറിയില്ല. എന്നാ സാറുമാര് ചെല്ലാൻ നോക്ക്. മേരി പള്ളിയിൽ നിന്നും വരാറായി. അവൾ ഇതൊന്നും അറിയുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. പാവം, ഈ കുട്ടികൾ വന്നതിന് ശേഷമാ ഒന്ന് ജീവൻ വെച്ച് വരുന്നത്. അവളെ ഇനി വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. Sure. Thank you for your time. Once again, our heartfelt condolences. One more thing, sir. വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, സാറിൻ്റെ ഇടത്തെ കാലിന് ഒരു മുടന്തുണ്ടല്ലോ. നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എന്തു പറ്റി? ഓ, അതോ, ദാറ്റ്സ് ആൻ ഓൾഡ് സ്റ്റോറി. എല്ലാ പട്ടാളക്കാർക്കും കാണും ഇതുപോലെ എന്തെങ്കിലും മധുരിക്കുന്ന ഓർമ്മകൾ. എൻ്റെ ഓർമ്മ എൻ്റെ ഇടത്തേക്കാല. ഇന്ത്യ പാക് യുദ്ധം. ഭാഗ്യത്തിന് കാല് നഷ്ടപ്പെട്ടില്ല, ഫ്രാക്ചർ മാത്രം. നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പവുമില്ല. സർ മിലിറ്ററിയിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു? After the incident that fractured my leg, I was deputed to military intelligence, Defense Intelligence Agency. I served there for more than 10 years and retired as Subedar Major. വാവ്. സോ ഇന്റലിജൻസ് ഇൻവെസ്റ്റിഗേഷനിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സാറിന് മനസ്സിലാകുമല്ലോ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ബുദ്ധിമുട്ടുകൾ, അല്ലേ? മനസ്സിലാകും DYSP, എനിക്കെല്ലാം മനസ്സിലാകും. We didn't know that you were a veteran. Respect, sir. താങ്ക് യു ഓഫീസർ. റിട്ടയറായിട്ട് ഒരു 15 വർഷമാകുന്നു. കുടുംബവുമൊത്ത് സമാധാനമായി ജീവിക്കാൻ കൊതിച്ചു വന്നതാ. ശരിയെന്നാ, ബൈ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇനി ഞങ്ങളെ ഈ പേരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. എല്ലാം മറക്കാൻ ശ്രമിക്കുക. ഞങ്ങൾക്കൊരു പരാതിയുമില്ല. കഷ്ടം. എന്തുമാത്രം അനുഭവിച്ചു കാണും ഇവർ. പാവം.
മായ, മനുഷ്യൻ എത്ര വികസിച്ചാലും എന്തുമാത്രം പുതിയ ടെക്നോളജി വന്നാലും വിധിയെ തടുക്കാൻ നമുക്കാവില്ല. ഓ, ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. വാട്ട്? അല്ല, സാറിനും ഈ വിധിയിലൊക്കെ വിശ്വാസമുണ്ട് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിധിയിൽ മാത്രമല്ല വേറെ പലതിലും വിശ്വാസമുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് വേറെ പണികളുണ്ട് തീർക്കാൻ. കമോൺ. ഹേ ഭഗവാൻ. തേരി മായ. എക്സ്ക്യൂസ് മീ സർ. ആ, മായയോ? വരൂ വരൂ, അകത്തേക്ക് വരൂ. സർ, ആ പ്രവീൺ ജോർജിനെ നമ്മൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നില്ലേ? യെസ് യെസ് യെസ്. ഇന്നായിരുന്നില്ലേ അയാളോട് വരാൻ പറഞ്ഞിരുന്നത്? അതെ സർ, അയാൾ വന്നിട്ടുണ്ട്. ഓ, വെരി ഗുഡ്. ബ്രിങ് ഹിം ഇൻ. മായ, സർ, ഹൗ ഈസ് ഹി? ഐ ഡോണ്ട് നോ സർ. കണ്ടിട്ട് ഒരു സാധാരണ മനുഷ്യൻ. മിസ്റ്റേക്ക് ഒന്നും തോന്നുന്നില്ല, പക്ഷേ ഹൂ നോസ്. Let's see. Bring him in. Sir. Come in, Mr. Praveen George. നമസ്കാരം സാർ. എന്നെ വിളിപ്പിച്ച കാര്യം? പുറത്താരും പ്രവീണോട് പറഞ്ഞില്ലേ വിളിപ്പിച്ച കാര്യം? ഇല്ല സാർ, ആരും പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയാം എന്തിനെന്നെ വിളിപ്പിച്ചതെന്ന്. ആഹാ, എന്നാ താമസിക്കണ്ട, പറഞ്ഞോളൂ. കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. അത് ഞാനല്ലായിരുന്നു സാർ. സത്യമായിട്ടും ഞാനല്ലായിരുന്നു. എന്തല്ലായിരുന്നു എന്ന് പറയടോ. പക്ഷേ എനിക്കറിയാം അത് ചെയ്തത് ആരാണെന്ന്. ഞാൻ അവനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ആൾ താഴെ വണ്ടിയിലിരിപ്പുണ്ട്. രഘു സാറേ, ഇയാളുടെ കൂടെ വണ്ടിയിൽ വന്നവനെ അകത്തോട്ട് കയറ്റിയിരുത്തിയേക്ക്. ചിലപ്പോ ആവശ്യം വരും. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ഹിം ഇൻ. ഇനി അയാൾ ചെയ്തത് എന്താണെന്ന് കൂടി പറഞ്ഞാൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാമായിരുന്നു. ഇന്നലെ പോലീസ് ചെക്കിങ്ങിൽ വണ്ടി നിർത്താതെ പോയത് അവനായിരുന്നു. അടിപൊളി. വണ്ടി എൻ്റെ തന്നെയായിരുന്നു. അവൻ എൻ്റെ കൂട്ടുകാരനാ, ജിബൻ. അവനാ വണ്ടി ഓടിച്ചിരുന്നത്. ഞാൻ പാസഞ്ചർ സീറ്റിലായിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിച്ചിരുന്നു. ഞാൻ അവനോട് പറഞ്ഞതാ വണ്ടി നിർത്താൻ. എനിക്കറിയാമായിരുന്നു വണ്ടിയുടെ രജിസ്റ്റർ ഓണെ തപ്പി പോലീസ് വരുമെന്ന്. ക്ഷമിക്കണം സാർ, അവനൊരു പാവമാ. എന്താ, അപ്പൊ താൻ പാവമല്ലേ? അയ്യോ അതെ സാർ, അതുകൊണ്ടല്ലേ ഞാൻ അവനെ ഇങ്ങ് കൊണ്ടുവന്നത്. ഓ, അല്ലാതെ രജിസ്റ്റേർഡ് ഓണറെ തപ്പി പോലീസ് വരുമെന്ന് പേടിച്ചല്ല അല്ലേ? അല്ല, അതുമുണ്ട്. എന്നാ ഞാൻ പൊക്കോട്ടെ സാറേ. ഇരിക്ക് പ്രവീൺ, താൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? ഇരിക്ക്, ചോദിക്കട്ടെ. മായ, സർ, ആ ജിമിന്റെ കേസ് ഒന്ന് ഡീൽ ചെയ്യാൻ ASI രഘുവിനോട് പറ. ഷുവർ സർ. പ്രവീൺ, താൻ ചെയ്തത് നല്ലൊരു കാര്യമാണ്. വെൽ ഡൺ. താങ്ക് യു സാർ. എന്തായാലും താൻ വന്ന സ്ഥിതിക്ക് എനിക്കൊരു കാര്യം കൂടെ അറിയാനുണ്ട്. തൻ്റെ മറ്റൊരു കൂട്ടുകാരനെ പറ്റി, ജോസഫിനെ പറ്റി. അവനെപ്പറ്റി ഇനി എന്തറിയാനാണ് സാർ? പാവം, അവൻ പോയില്ലേ? അതെ, അവൻ പോയി. എങ്ങോട്ട് പോയി എന്നറിയാം. ഈ എങ്ങനെ പോയെന്ന് അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയായി പോയില്ലേ പ്രവീൺ? അതിനവൻ മൈസൂരിലേക്ക് പോകുന്ന വഴിക്ക് ആരോ അവനെ... മായ, വരൂ. സർ. ഞാൻ നമ്മുടെ പ്രവീണോട് ഇയാളുടെ ഉറ്റ ചങ്ങാതി ജോസഫിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. ഓക്കെ. താൻ ഇരിക്ക്. സർ. അല്ല, ജിബൻ ഓക്കെ അല്ലേ? അതെ സർ, പ്രവീണിനെ ഇനിയവൻ മറക്കില്ല എന്ന് പറയാൻ പറഞ്ഞു. അയ്യോ സാർ. ഒന്നുമില്ല പ്രവീൺ. ഇതിലും വലുതല്ലേ നമ്മുടെ ജോസഫിന് സംഭവിച്ചത്. അയാളുടെ ഹൃദയം സൂക്ഷിപ്പുകാരനായിരുന്നല്ലോ താൻ. അയാൾക്കും ആൻസിക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? സോ ടെൽ us everything about them. അല്ല സാർ, അപ്പോ എന്നെ വിളിപ്പിച്ചത് ഇന്നലത്തെ പോലീസ് ചെക്കിങ്ങിന്റെ... അതെ, അതുമുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുടെയും തീരുമാനം എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കിട്ടും പ്രവീൺ. പക്ഷേ ഇവിടെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, നീ ഉത്തരം പറയും.
മനസ്സിലായോ? യെസ് ഞാൻ പറയാം സാർ, ഞാൻ പറയാം. ജോസഫും ഞാനും സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ പഠിച്ചിരുന്നത് കണ്ണൂർ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. അത് കഴിഞ്ഞ് കോളേജിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കോളേജ് കഴിഞ്ഞ് അവനിവിടെ കൊച്ചിയിലേക്ക് വന്ന് ഒരു ബിസിനസ് തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനും ഇങ്ങോട്ട് വന്നു, ഒരു കമ്പനിയുടെ സെയിൽസ്മാനായി. ആക്ച്വലി അവനാണ് എനിക്ക് ആ ജോലി ശരിയാക്കി തന്നത്. അതെന്താ? അത് അവന് വേറെ ഒരു കൂട്ടുകാരുമില്ലായിരുന്നു. എന്ന് വെച്ചാ അവനൊരു ആൻറ്റി സോഷ്യലൊന്നും അല്ലായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് മാത്രമായിരുന്നു അവൻ മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നത്. നല്ലവനായിരുന്നു സർ, പാവം. കുറേ കഷ്ടപ്പെട്ടു അവൻ. ആ ആൻസി അവനെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആൻസി അവനെ ബുദ്ധിമുട്ടിച്ചു എന്ന് തനിക്കെങ്ങനെ അറിയാം? അവൻ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട് സർ. ചില ദിവസങ്ങളിൽ അവൻ കയ്യിലെ മുറിവൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട്. ആ ആൻസി അവനെ ഉപദ്രവിച്ചതായിരുന്നു. പാവം. ആ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ എല്ലാം സഹിക്കുകയായിരുന്നു. എന്തായിരുന്നു ആൻസിയും അയാളും തമ്മിലുള്ള പ്രശ്നം? എന്തു പറയാനാ സാറേ, നല്ലൊരു ജീവിതം ആഗ്രഹിച്ചാണ് അവൻ കല്യാണം കഴിച്ചത്. സിറ്റിയിൽ വളർന്ന പെൺകുട്ടിയായിരുന്നു ആൻസി. അതിൻ്റേതായ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം? അത് പിന്നെ ആൻസി അവളൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. 1-2 പ്രാവശ്യം ഒളിച്ചോടിപ്പോയിട്ടുമുണ്ട്. 1-2 ദിവസം കഴിഞ്ഞ് തനിയെ തിരിച്ചു വന്നിരുന്നു അവൾ. പക്ഷേ അവസാനത്തെ പോക്ക് 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ ജോസഫും പോയി. ജോസഫ് മൈസൂരിൽ എന്തിനു പോയതാണ്? അത് അവൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടാണ് അവൻ മൈസൂർക്ക് പോയിക്കൊണ്ടിരുന്നത്. അവൻ്റെ വെജിറ്റബിൾസ് ആൻഡ് മീറ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിസിനസ്സായിട്ട്. ആൻസി ജോസഫിനെ ഉപദ്രവിക്കുന്നത് താൻ നേരിൽ കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ജോസഫ് പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. ഞാൻ അങ്ങനെ അധികം അവൻ്റെ വീട്ടിൽ പോയിട്ടില്ല. സോ 1-2 പ്രാവശ്യം കണ്ടതല്ലാതെ ആൻസിയുമായി എനിക്കത്ര പരിചയമില്ല. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? എന്നെങ്കിലും മനസ്സ് മാറി ആൻസി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ആട്ടെ, പ്രവീൺ എന്ത് ചെയ്യുന്നു? എനിക്കിപ്പോൾ സ്വന്തമായൊരു കാറ്ററിംഗ് കമ്പനിയുണ്ട്, PG കാറ്ററിങ്സ്. എന്നാൽ ഞാൻ പൊക്കോട്ടെ, എനിക്കിതിൽ കൂടുതൽ ഒന്നും അറിയില്ല സാർ. താങ്ക് യു സാർ. പ്രവീൺ, ഒരു സെക്കൻഡ്. നമ്മുടെ ജോസഫിന്റെ കാമുകി സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. സോറി സാർ, ആരുടെ കാമുകയാണ് സാർ? പ്രവീൺ, ഇവിടെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുമെന്ന് നിന്നോട് 1 പ്രാവശ്യം പറഞ്ഞു. ഇനിയൊരു വാർണിംഗ് ഇല്ല നിനക്ക്. വേണ്ട സാർ, പ്രവീൺ പറഞ്ഞോളും. അവളുടെ പേരും അഡ്രസ്സും ഒക്കെ. വന്ന വണ്ടിയിൽ തിരിച്ചു പോകണമെങ്കിൽ വേഗം പറയൂ പ്രവീൺ. വേണ്ട സാർ, ഞാൻ പറയാം. ജോസഫ് എന്തായാലും പോയി. ഇനി ആ പാവം അലീനെ കൂടി എന്തിനാണ് ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാഞ്ഞത്. എന്റെ പ്രവീൺ, താൻ ഒരു നന്മ മരമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ. ശരി, എന്നാ പറഞ്ഞാട്ടെ. അലീന ഒരു ബാങ്ക് ജീവനക്കാരിയായിരുന്നു, ഇവിടുത്തെ കനറ ബാങ്കിൽ. ബിസിനസ് ആവശ്യങ്ങൾക്കായി ജോസഫ് ബാങ്കിൽ പോകുമ്പോൾ അവിടെ വെച്ചാണ് അവർ കണ്ടുമുട്ടിയത്. അങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ആകുന്നതും. അലീനയെ ഞാൻ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. അവനോട് ചോദിക്കുമ്പോൾ അതിന് സമയമായിട്ടില്ല എന്നായിരുന്നു അവൻ്റെ മറുപടി. അവൾ കോട്ടയംകാരിയായിരുന്നു. അവിടെ എന്തോ ഫാമിലി ഇഷ്യൂസ് കാരണം കൊച്ചി ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറി വന്നതാണ്. ആൻസിയെ കാണാതായി കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ ബ്രേക്കപ്പായി. സത്യം പറഞ്ഞാൽ അതിനുശേഷം അവൻ ബിസിനസ്സിൽ നിന്നൊക്കെ കുറച്ചുനാൾ വിട്ടുനിന്നു. എന്തോ ദൈവം സഹായിച്ചവൻ തിരിച്ചു വന്നു. അലീനയുടെ ഫാമിലി ഇഷ്യൂസൊക്കെ തീർന്ന് അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഒന്നും എനിക്കറിയില്ല സർ.
സത്യം. ഓക്കെ, അപ്പോൾ അലീനയുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൂടെ പറ പ്രവീൺ. അയ്യോ, അതൊന്നും എനിക്കറിയില്ല. അവൾ കനറ ബാങ്കിലാണ് വർക്ക് ചെയ്തത്. ചിലപ്പോൾ അവിടെ ചോദിച്ചാൽ കിട്ടുമായിരിക്കും. ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ താൻ വയ്ക്കോ. താങ്ക് യു സർ. സാർ, എന്താ? അല്ല, എൻ്റെ വണ്ടിയും ജിബിനും. അവര് വന്നോളും പ്രവീൺ. താനിപ്പോ ഒരു ഓട്ടോ പിടിച്ചു പൊക്കോ, അതോ പോലീസ് ജീപ്പിൽ വിടണോ? അയ്യോ വേണ്ട മാഡം, ഞാൻ പൊക്കോളാം. എന്താണ് മായ? അല്ല സർ, അയാളോട് ജോസഫിന്റെ കാമുകിക്ക് സുഖമാണോ എന്ന് പെട്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒട്ടും ഓർക്കാതെ അബദ്ധത്തിൽ പറഞ്ഞ മറുപടി കേട്ട് ചിരിച്ചു പോയതാ. സുഖമായിരിക്കുന്നു അലീന, സുഖമായിരിക്കുന്നു. പാവം. ജോക്സ് അപ്പാർട്ട് മായ. കാനറ ബാങ്കിൽ നിന്നും അലീനയുടെ ഡീറ്റെയിൽസ് എടുക്കണം. പിന്നെ ആ ജോസഫിൻ്റെ ഫോൺ റെക്കോർഡ്സ് ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ എടുക്കണം. കഴിഞ്ഞ 5 വർഷത്തെ വേണം. യാ ഷുവർ സർ, ഞാൻ തന്നെ പോകാം. മായ, സർ, നമ്മുടെ വഞ്ചി കരക്കടക്കാറായോ എന്നൊരു തോന്നൽ. റിയലി? പറയൂ സർ, ഐ കാൺട്ട് വെയിറ്റ് ടു ഹിയർ ദാറ്റ്. പ്ലീസ്. സബർ കരോ മായ, സബർ കരോ. സോറി സർ. പറയാം, പക്ഷേ ആദ്യം അലീനയ്ക്ക് പറയാനുള്ളത് കൂടി കേൾക്കട്ടെ, എന്നിട്ട് പറയാം. പഠിച്ചവനെ, എൻ്റെ ഓരോ കളികളെ. എന്തിനാണ് നിങ്ങൾ എന്നെ വിളിപ്പിച്ചത്? പ്ലീസ് പറയൂ, എനിക്ക് വേഗം പോണം. അലീന, നിങ്ങൾക്ക് ഒരു ജോസഫിനെ ഓർമ്മയുണ്ടോ? അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് ഞങ്ങൾ നിങ്ങളെ വിളിപ്പിച്ചത്. ജോസഫ്? ഏത് ജോസഫ്? എനിക്കങ്ങനെ ഒരാളെ അറിയില്ല. പ്ലീസ് മിസ്സസ് അലീന, നിങ്ങൾക്കും തിരക്കുണ്ട്, ഞങ്ങൾക്കും തിരക്കുണ്ട്. സോ പ്ലീസ് കോഓപ്പറേറ്റ്. ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾക്ക് പണ്ട് കൊച്ചിയിലുണ്ടായിരുന്ന ജോസഫിനെ അറിയാമെന്ന് ഞങ്ങൾക്കറിയാം. ഇനി മായ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. എനിക്കങ്ങനെ ഒരാളെ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് ആള് മാറിപ്പോയതാവും. സോറി, ഞാൻ പോകുന്നു. ഇരിക്കടി അവിടെ. ഇതേ നിന്റെ ബാങ്കിൽ നിന്നും ലോൺ എടുക്കാൻ വന്ന അപ്പാവി ആൾക്കാരല്ല, പോലീസാ, കേരള പോലീസ്. ഞങ്ങൾക്ക് നിന്നെ ഇവിടെ ഇരുത്താനും അറിയാം, നിന്റെ വായിന്ന് ഉത്തരങ്ങൾ എടുക്കാനും അറിയാം. എന്താ സംശയമുണ്ടോ? മായ, ഇറ്റ്സ് ഓക്കേ. ഒരു കാര്യം ചെയ്യാം, കോഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ ഇവർ തൽക്കാലം പൊക്കോട്ടെ. മായ, 5 വർഷം മുമ്പുള്ള ഇവരുടെ ഫോൺ റെക്കോർഡ്സും പിന്നെ ഇവരെയും ജോസഫിനെയും ബന്ധിപ്പിക്കുന്ന ബാക്കി രേഖകളുമായി നമുക്കിവരുടെ വീട്ടിൽ ചെല്ലാം. ചിലപ്പോൾ ഇവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇവർക്ക് എല്ലാം ഓർമ്മ വന്നെങ്കിലോ? എന്തു പറയുന്നു മിസ്സസ് സലീന? അയ്യോ, അത് വേണ്ട സാർ. ഞാനിപ്പോ കുടുംബവുമായി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു പോരുക. അത് നശിപ്പിക്കല്ലേ പ്ലീസ്. കണ്ടോ മായ, അലീനയ്ക്കെല്ലാം ഓർമ്മ വന്നു. എന്നാ പറഞ്ഞാട്ടെ, ഈ ജോസഫും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ഞാനും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂസ് കാരണമായിരുന്നു ഞാൻ കൊച്ചി ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോയത്. അവിടുത്തെ ബ്രാഞ്ചിലായിരുന്നു ജോസഫിൻ്റെ ബിസിനസ് അക്കൗണ്ട്. അവിടെ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പിന്നെ ഇടയ്ക്കിടെ കാണാൻ തുടങ്ങി. ഒടുവിൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്തു. ജോസഫിൻ്റെ ഭാര്യ ആൻസി ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നും അയാളെ എന്നും ഉപദ്രവിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ആദ്യം എനിക്ക് അയാളുടെ സഹതാപമാണ് തോന്നിയത്. കാരണം എൻ്റെ ജീവിതവും മറ്റൊന്നായിരുന്നില്ല. പതിയെ ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായി. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും അയാൾ കൂടുതൽ പൊസസീവായി തുടങ്ങി. ഒരിക്കൽ അയാൾ എന്നോട് ചോദിച്ചു, ആൻസി ഇല്ലാതാക്കുകയാണെങ്കിൽ ഞാൻ അയാളെ വിവാഹം കഴിക്കുമോന്ന്. അതെനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അയാളൊരു ക്രൂരനാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എതിർത്തു.
അന്ന് മുതൽ ഞാൻ അയാളെ ഒഴിവാക്കി തുടങ്ങി. പക്ഷേ അയാൾ ബാങ്കിൽ വന്ന് പ്രശ്നമുണ്ടാക്കി തുടങ്ങി. ഒടുവിൽ എനിക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ ബോംബെക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ അയാളെ കണ്ടിട്ടേയില്ല. 1-2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ തിരിച്ചു വിളിക്കാൻ വന്നു. പോട്ടയിൽ പോയി ധ്യാനമൊക്കെ കൂടി മനസ്സ് മാറി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ എല്ലാം മറന്ന് സ്വസ്ഥമായി ജീവിക്കുകയാണ്. പണ്ട് എൻ്റെ ജീവിതം വഴിമുട്ടി നിന്ന സമയത്ത് ഞാൻ ചെയ്ത ഒരബദ്ധം, അതിനി എന്നെ ക്രൂശിക്കരുതേ സാറേ, പ്ലീസ്, ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനിയും എൻ്റെ ജീവിതം എനിക്ക് കൈവിട്ടു പോയാൽ ആത്മഹത്യ അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. സത്യം. ഹേ അലീന, കൂൾ ഡൗൺ. അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ച് കാര്യം അറിയണമായിരുന്നു, ഞങ്ങൾ അത് ചോദിച്ചു. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് പോകാം. താങ്ക് യു സർ. അലീന, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും ജോസഫ് കടന്നു വരില്ല. ആൻസിയും. എന്താ മാഡം? അവർ രണ്ടുപേരും ഇനി ഭൂമിയിൽ ജീവനോടെയില്ല. അയ്യോ, ഓ ജീസസ്. Well, congratulations, sir. Another job well done. What do you mean? അല്ല, നമ്മൾ തേടിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ സർ? ആൻസിയുടെ കൊലപാതകി ആരെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നു. ജോസഫ്. അതിനുള്ള അയാളുടെ മോട്ടീവ് അലീന നമ്മളോട് പറഞ്ഞും കഴിഞ്ഞു. എന്താ സർ അങ്ങനെയൊരു ഭാവം? ഞാൻ നടന്നത് മുഴുവൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. സർ കേൾക്കൂ. Okay. ആൻസി എന്ന ഡ്രഗ് അഡിക്റ്റായ 32-കാരി സ്ത്രീ. അവർ 2 കുട്ടികളും ബിസിനസ്സുകാരനായ ഭർത്താവ് ജോസഫുമൊത്ത് കൊച്ചിയിലെ തിരക്കുള്ള ഒരു സ്ഥലത്ത് സ്കൈ ലൈൻ അപ്പാർട്ട്മെന്റ്സിൽ താമസിക്കുന്നു. ഡ്രഗ് അഡിക്ഷൻ മൂലം ഇടയ്ക്ക് ഒളിച്ചോടുന്ന ആൻസിയോട് ജോസഫിന് ദേഷ്യമായിരുന്നു. ആ ഇടയ്ക്ക് ജോസഫ് ബാങ്കിലെ അലീനയുമായി ബന്ധത്തിലേർപ്പെടുന്നു. ഇതറിയുന്ന ആൻസി ജോസഫുമായി എന്നും വഴക്കിടുന്നു. മിസ്സിംഗ് പേഴ്സൺ റിപ്പോർട്ടിൽ ജോസഫ് പറഞ്ഞത് പ്രകാരം 2011 ഡിസംബർ 16 വൈകുന്നേരം ആൻസി അവസാനമായി ഒളിച്ചോടുന്നു. 17-ന് അയാൾ പോലീസിൽ അറിയിക്കുന്നു. പക്ഷേ ആ അപ്പാർട്ട്മെന്റ്സിലെ വാച്ച്മാൻ ശിവൻകുട്ടിയുടെ മൊഴി പ്രകാരം ആൻസി അന്ന് വൈകുന്നേരം പുറത്തു പോകുന്നതായി അയാൾ കണ്ടിട്ടില്ല. സോ ദാറ്റ് മീൻസ് ഷി വാസ് കിൽഡ് ഇൻ ദാറ്റ് ഈവനിങ്. അതും ആ ഫ്ലാറ്റിനുള്ളിൽ വെച്ച് തന്നെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആൻസിയുടെ തലയുടെ പിൻഭാഗത്ത് അതിശക്തമായി അടിയേറ്റതാണ് മരണകാരണം. സോ വാട്ട് റിയലി ഹാപ്പൻഡ് വാസ്, ഡിസംബർ 16 ഈവനിങ് ആൻസിയും ജോസഫും അലീനയെ ചൊല്ലി വഴക്കിടുന്നു. ആ വഴക്ക് കയ്യാങ്കളിയാകുന്നു. ജോസഫ് കട്ടിയുള്ള എന്തോ ഉപയോഗിച്ച് പിൻതലയ്ക്ക് അടിക്കുന്നു. ആൻസി മരിച്ചു വീഴുന്നു. ആൻസിയുടെ തലയുടെ പിൻഭാഗത്തെ മുറിവ് കണ്ടിട്ട് അടിക്കാൻ ഉപയോഗിച്ച വസ്തു പരന്ന ഷേപ്പുള്ള എന്തോ ആണ് എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. ചിലപ്പോൾ അടുക്കളയിൽ നിന്നും എടുത്ത ഇരുമ്പ് പാൻ ആകാം. ഗോപിയുടെ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ ഒരു ബെഡ്റൂമും കിച്ചനും വർക്ക് ഏരിയയും പിന്നെ ഒരു ബാത്റൂമും. സോ കുട്ടികൾ വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടും ഒരു ശവശരീരം അങ്ങനത്തെ ഒരു ഫ്ലാറ്റിൽ നിന്നും മാറ്റാൻ അത്ര എളുപ്പമല്ലാത്തതിനാലും ആൻസിയുടെ ശവം അയാൾ ബാത്റൂമിലോ വർക്ക് ഏരിയയിലോ സൂക്ഷിച്ചിരിക്കണം. പിന്നെ എപ്പോഴോ അവസരമൊത്തു വന്നപ്പോൾ അത് ഫ്രീസറിലേക്ക് മാറ്റിയിരിക്കണം. വെരി നൈസ് അസംഷൻ മായ. പക്ഷേ നമുക്ക് വേണ്ടത് അസംഷൻസ് മാത്രമല്ല, അതൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടത് കോൺക്രീറ്റ് എവിഡൻസ് ആണ്, വിച്ച് വി ഡോണ്ട് ഹാവ് അറ്റ് ദിസ് മൊമെന്റ്. ഇപ്പോഴും പല ലിങ്കുകളും മിസ്സിംഗ് ആണ്. ലൈക്ക് അയാൾക്ക് എവിടെ നിന്ന് കിട്ടി ആ ഫ്രീസർ? എവിടെയായിരുന്നു ഇത്രയും നാൾ ആൻസിയുടെ ബോഡി സൂക്ഷിച്ചിരുന്നത്? എങ്ങനെയാണ് അത് ചെറുമൽ മത്തായുടെ വരാന്തയിൽ എത്തിയത്? ആരാണ് അവിടെ അത് കൊണ്ടിട്ടത്? ആൻഡ് ദ ലിസ്റ്റ് ഗോസ് ഓൺ മായ. ശരിയാണല്ലോ. ആ ഫ്രീസർ സർ, അയാൾക്ക് വെജിറ്റബിൾസ് ആൻഡ് മീറ്റ്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ബിസിനസ് അല്ലേ?
സോ അയാൾക്ക് സ്വന്തമായൊരു ചെസ്റ്റ് ഫ്രീസർ ഉണ്ടാവില്ലേ? That's possible. Very good. അതല്ല സർ. എനിവേ ആൻസിയുടെ പാരൻസിന് അവളെ തിരിച്ചു കിട്ടി. അവർക്കൊരു പരാതിയുമില്ല. അവളെ കൊന്ന ജോസഫും പോയി. പിന്നെ ആർക്ക് വേണ്ടിയാണ് സർ വെറുതെ ഇതിനു പുറകെ? വെറുതെയോ? പരാതിയില്ലെങ്കിലും വയസ്സായ അപ്പനും അമ്മയ്ക്കും അവരുടെ മകളുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പറഞ്ഞു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കില്ലേ? ആ പാവം കുട്ടികൾ വളർന്നു വരുമ്പോൾ എന്താണ് അവരുടെ അമ്മയ്ക്ക് പറ്റിയതെന്ന് അറിയുവാനുള്ള അവകാശം അവർക്കില്ലേ മായ? ഇതൊന്നുമില്ലെങ്കിലും എനിക്കറിയണം മായ. ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരം അത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഐ ന്യൂ. എനിക്കറിയാമായിരുന്നു ഇതിന്റെ അവസാനം കാണാതെ സർ അടങ്ങില്ല എന്ന്. എനിക്കും അറിയണം ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം. By the way, മായ, സർ. താനായിരുന്നു ജോസഫിന്റെ സ്ഥാനത്തെന്ന് വിചാരിക്കുക. താൻ ഒരാളെ കൊന്നു. ഓക്കെ. ആ ബോഡി അത്രയും പ്രൈം സ്പോട്ടിലുള്ള ഫ്ലാറ്റിൽ നിന്നും ആരും അറിയാതെ മാറ്റണം. ഓക്കെ. ഈ കേസിൽ ബോഡി ഫ്രീസറിലാവണം മാറ്റിയത്. അതുകൊണ്ടാവണം വാച്ച്മാൻ ശിവൻകുട്ടി ആൻസി പുറത്തു പോകുന്നത് കാണാഞ്ഞത്. കാരണം അവൾ നടന്നതല്ല, മറിച്ച് ഫ്രീസറിനുള്ളിലാണ് ആ ഫ്ലാറ്റിന്റെ കോമ്പൗണ്ടിൽ നിന്നും പുറത്തുപോയത്. എന്തായാലും ഒരാൾക്ക് ഒറ്റയ്ക്കൊരു ഫ്രീസർ ആ അപ്പാർട്ട്മെന്റ്സിന്റെ 1ാം നിലയിൽ നിന്നും പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോ പുറത്തു നിന്ന് ഒരു സഹായിയെ വിളിക്കണം. താനായിരുന്നു ജോസഫിന്റെ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ആരെയായിരിക്കും വിളിക്കുക? അത് ഞാൻ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആരെയെങ്കിലും സഹായത്തിന് വിളിക്കും. എക്സാക്ട്ലി. ഈ ജോസഫിന് അങ്ങനെ പറയത്തക്ക സുഹൃത്തുക്കൾ ആരുമില്ല. പക്ഷേ ഒരേ ഒരാളുണ്ട്, അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഓ യെസ്, പ്രവീൺ. കള്ളപ്പന്നി. അവനെ അങ്ങ് പൊക്കട്ടെ സർ. അവന്റെ പൊക്കണം, നല്ല ഇടിയും കൊടുക്കണം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഒരാളെ കൂടി കാണാനുണ്ട്. ആരെയാണ് സർ? പറയാം, വാ. വാച്ച്മാൻ ശിവൻകുട്ടിയല്ലേ? അതെയല്ലോ. ആരാ? ഞാൻ ഹനീഫ് റാവുത്തർ. ഇത് മായ. പോലീസിലാണ്. അയ്യോ, മനസ്സിലായില്ലായിരുന്നു. സാറന്മാര് അകത്തോട്ട് വരൂ. ശിവൻകുട്ടി, 5 വർഷം മുമ്പ് ഇവിടുന്ന് കാണാതായ ആൻസിയെ ഓർമ്മയുണ്ടോ? ഉണ്ട് സാർ. എല്ലാം ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. ഗുഡ്. ഞങ്ങൾ അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വന്നത്. അയ്യോ സാർ, എനിക്കറിയാവുന്ന എല്ലാം ഞാൻ പോലീസിനോട് പറഞ്ഞതാണല്ലോ. യെസ്, നിങ്ങൾ പറഞ്ഞതാണ് ശിവൻകുട്ടി. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ സന്തോഷമേ ഉള്ളൂ. തങ്കപ്പെട്ട കൊച്ചായിരുന്നു അത്. സംസാരം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആരുമായിട്ടും അങ്ങനെ ചങ്ങാത്തമൊന്നുമില്ല. പക്ഷേ എന്നെ കണ്ടാൽ മനസ്സ് നിറഞ്ഞു ചിരിക്കും. ഹോ, ആ ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ കൊച്ചിൻ്റെ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് എന്നും രാവിലെ ദേ ആ പാർക്കിൽ വന്നിരിക്കും ആ 2 കുഞ്ഞുങ്ങളുമായിട്ട്. എന്തൊരു സ്നേഹമായിരുന്നു ആ കുഞ്ഞുങ്ങളോട്. സ്വന്തം കുഞ്ഞുങ്ങളോട് ഇത്രയും സ്നേഹമുള്ള ഒരാൾ അവരെ തനിച്ചാക്കി എങ്ങനെ ഒളിച്ചോടും സാർ? അതാണ് എനിക്കും ഡൗട്ടായത്. ആൻസി ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിരുന്നോ? അല്ല, കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു കഴിച്ചിട്ടോ മറ്റോ? അയ്യോ എൻ്റെ വൈക്കത്തപ്പ, അങ്ങനെയൊന്നും പറയല്ലേ മാഡം. ദൈവകോപം കിട്ടും. അത്രയ്ക്ക് നല്ല കൊച്ചായിരുന്നു. പിന്നെ അങ്ങേര് സ്വല്പം കുഴപ്പക്കാരനായിരുന്നു. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് എന്നും ആ പാവത്തിനെ. ആ കുഞ്ഞ് ഒളിച്ചോടിയതാണെന്ന് ഞാൻ വിശ്വസിക്കില്ല സാർ. നിങ്ങളുടെ വിശ്വാസം ശരിയാണ് ശിവൻകുട്ടി. അവൾ ഒളിച്ചോടിയതല്ല. പിന്നെ? അത് പറയാം. അതിനു മുൻപ്
കാര്യം ചോദിക്കട്ടെ? ഈ ഗേറ്റിലൂടെ കടന്നു പോകുന്ന എല്ലാ വണ്ടികളുടെയും നമ്പർ നോട്ട് ചെയ്യുന്ന പരിപാടി ഇവിടെ ഉണ്ടോ? എല്ലാ വണ്ടികളുടെയും നമ്പർ ഇല്ല. ഇവിടെ താമസിക്കുന്നവരുടെ വണ്ടി നോട്ട് ചെയ്യാറില്ല. പക്ഷേ അന്യരുടെ വണ്ടി നമ്പർ നോട്ട് ചെയ്യും. വേറെ എന്തൊക്കെയാ നിങ്ങൾ നോട്ട് ചെയ്യുന്നത്? അത് വന്ന വണ്ടി നമ്പർ, പിന്നെ ഏത് ഫ്ലാറ്റിലെ ആരെ കാണാനാണ് വന്നത്, പിന്നെ ഡെലിവറി ആണെങ്കിൽ ഏത് ഫ്ലാറ്റിലേക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ശിവൻകുട്ടി, 2011 ആ റെക്കോർഡ് ബുക്ക് ഇങ്ങടുത്തെ ഒരു കാര്യം നോക്കാനാ. അതിനെന്താ സാർ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് തപ്പിയെടുത്തോട്ടെ. 2013-12 2011 ഇതാ സാർ. എക്സലന്റ്. മായ, യെസ് സർ. 2011 ഡിസംബർ 16 വൈകിട്ട് 6 മണിക്ക് ശേഷവും 17 വൈകിട്ട് 6 മണി വരെയുള്ള ഡീറ്റെയിൽസ് ഒന്ന് നോക്കിക്കേ. ഷുവർ സർ. സർ, ദേ നോക്കിക്കേ. ശിവൻകുട്ടി, ആ? KL07 AD 5209. ഡിസംബർ 16 രാത്രി 11 മണിക്കാണ് ഈ വണ്ടി ഇവിടെ വന്നത്. അതെ. ആ ഒരൊറ്റ വണ്ടി മാത്രമേ അന്നേ ദിവസം 6 മണിക്ക് ശേഷം ഇവിടെ വന്നിട്ടുള്ളൂ. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഈ വണ്ടിയെ പറ്റി? ഉണ്ടല്ലോ സാർ. ആ വണ്ടിക്കാരൻ എന്നോട് പറഞ്ഞത് 7-ാം നമ്പർ ഫ്ലാറ്റിലേക്കാണെന്നാണ്. എന്തോ ഫ്രീസറോ ഫ്രിഡ്ജോ മറ്റോ പിക്ക് ചെയ്യാനാണ് അയാൾ വന്നത്. ഞാൻ അപ്പോൾ തന്നെ 7-ാം നമ്പറിലെ ഐഷത്താത്തയെ ഇൻ്റർകോമിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ താത്ത പറയുക അവർക്കങ്ങനെ ഒരു സാധനം എടുക്കാനില്ല എന്ന്. ആ താത്ത ഒറ്റയ്ക്ക് അവിടെ താമസം, മക്കളൊക്കെ അങ്ങ് ഗൾഫിലാണ്. ഒടുവിൽ എന്തു വേണ്ടി ഞാൻ ആ ഡ്രൈവറെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായി. ഒടുവിൽ അയാൾ ആരെയോ വിളിച്ചു. പിന്നെ പറയുക 7-ാം നമ്പർ അല്ല 17-ാം നമ്പറാണെന്ന്, നമ്പർ മാറിപ്പോയതാണെന്ന്. അപ്പോൾ തന്നെ 17-ാം നമ്പറിലെ ജോസഫ് സാർ, നമ്മുടെ ആൻസി കൊച്ചിൻ്റെ ഭർത്താവ്, എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ആ ഡ്രൈവറെ കയറ്റിവിടാൻ പറഞ്ഞു. അങ്ങനെയായപ്പോൾ എനിക്ക് കയറ്റിവിടാതിരിക്കാൻ പറ്റുമോ? ആ ഡ്രൈവർ വണ്ടിയും എടുത്തുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ ബാക്കിലേക്ക് പോയി. അവിടെ ഡെലിവറിക്ക് മാത്രമായി ഒരു ലിഫ്റ്റുണ്ട്. ഡെലിവറിക്കല്ലാതെ ആരും അങ്ങോട്ട് പോകാറില്ല. ഒരു ഇരുണ്ട മൂലയാണ് അത്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. എന്താ സാർ? ഹേയ്, ഒന്നുമില്ല. അല്ല, പിന്നെ എത്ര മണിക്കാണ് ആ വണ്ടി ഇവിടുന്ന് തിരിച്ചു പോയത്? റെക്കോർഡിൽ നോട്ട് ചെയ്തിരിക്കുന്നത് 12:15. ഓ അതെ, രാത്രി 12:15. ഓക്കെ. എന്നിട്ട് ഇതൊന്നും അന്ന് പോലീസിനോട് പറഞ്ഞില്ലല്ലോ ശിവൻകുട്ടി? ആദ്യം വന്ന പോലീസുകാർ ഇതൊന്നും ചോദിച്ചില്ല, ഒന്നും അങ്ങോട്ട് പറയാനും സമ്മതിച്ചില്ല. പക്ഷേ രണ്ടാമത് വന്ന പോലീസ് സാറിനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. താങ്ക് യു ശിവൻകുട്ടി. വിരോധമില്ലെങ്കിൽ ഈ റെക്കോർഡ്സ് എടുത്തോട്ടെ. തീർച്ചയായും തിരിച്ചു തരാം. അത് കുഴപ്പമില്ല സാർ. ശിവൻകുട്ടി, നിങ്ങൾ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ ഞാനൊരു ടിപ്പ് കൂടി പറഞ്ഞു തരാം. എന്താ സാർ? ഇനി മേലാൽ യൂണിഫോമിലല്ലാതെ ആരെങ്കിലും വന്ന് പോലീസാണെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അവരോട് അവരുടെ ID കാർഡ് കാണിക്കാൻ പറയണം. വല്ലാത്ത കാലമല്ലേ ശിവൻകുട്ടി, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അയ്യോ സാർ, അത് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാലോ പോലീസാണെന്ന്. ഇനി മറക്കില്ല സാർ. ഓക്കെ. മായ, യെസ് സർ. ഈ രജിസ്ട്രേഷൻ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. ഉടനെ തന്നെ. ഓക്കെ. KL07 AD 5209. നോട്ടഡ്. ഇതിലാണ് പാവം മാൻസി ഈ ഗേറ്റ് കടന്നു പോയത്.
സർ എന്താണ് മായ, എന്തു പറ്റി? സർ, ASI രഘു സാറും ടീമും അവനെ അങ്ങ് പൊക്കി. ആരെ? ചെറുമൽ മത്തായിയുടെ വീട്ടിൽ നിന്നും രാവിലെ ഒരു പച്ച കളർ ലോറി ഇറങ്ങിപ്പോയെന്ന് ആ പത്രക്കാരൻ പയ്യൻ പറഞ്ഞില്ലേ? ദൈവസഹായം ട്രാൻസ്പോർട്ട് എന്നാണ് ആ കമ്പനിയുടെ പേര്. ശശി എന്ന ആളാണ് അതിന്റെ മുതലാളി. നാട്ടുകാർ വിളിക്കുന്നത് ദൈവസഹായം ശശി എന്നാ. അവനെ ASI രഘു സാർ അങ്ങ് പൊക്കി. വെരി നൈസ്. കഴിഞ്ഞില്ല സർ. ആ ശശിക്ക് ട്രാൻസ്പോർട്ട് മാത്രമല്ല, പിന്നെ ഒരു സ്റ്റോറേജ് കമ്പനി കൂടിയുണ്ട്. രഘു സാറ് 2 ഇടി അങ്ങ് കൊടുത്തപ്പോ ശശി തത്ത പറയുന്നത് പോലെ എല്ലാം പറഞ്ഞു. എക്സലന്റ് വർക്ക് മായ. താങ്ക് യു സർ. ഭഗവാൻ തേരി മായ. ഇത് നമ്മൾ ആഘോഷിക്കും. കൊണ്ടുവാ ആ പുന്നാര മോനയോട്. ഷുവർ സർ. ഇങ്ങോട്ട് കേറി വാടാ. ഇനി അവിടെ പറഞ്ഞത് വള്ളി പുള്ളി വിടാതെ സാറിനോട് പറഞ്ഞോ, വേഗം. എന്റെ പൊന്നു സാറേ, എന്നെ കൊല്ലല്ലേ. എടോ ശശി, ആ രഘു സാറിന് ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലപ്പേരുണ്ട്, ഭീമൻ രഘു. അയാളുടെ ഗത പോലത്തെ ആ കൈ തന്റെ മുതുകത്ത് വീണെങ്കിൽ താൻ 40 ദിവസം തികക്കില്ല. അയ്യോ, ആദ്യത്തെ അടി കിട്ടിയപ്പോ തന്നെ എനിക്ക് തോന്നി ആ സാറിന്റെ പേര് ഭീമൻ എന്നായിരിക്കുമെന്ന്. ഞാനെല്ലാം പറഞ്ഞോളാം പൊന്നു സാറേ. ജോർജ് എന്നൊരാള് എൻ്റെ സ്റ്റോറേജ് കമ്പനിയിൽ ഒരു യൂണിറ്റ് വാടകയ്ക്ക് എടുത്തിരുന്നു. ഏകദേശം 5 വർഷമായിട്ട് അയാളുടെ ആ യൂണിറ്റ്. ഇത്രയും നാൾ വാടക കറക്റ്റായിട്ട് തരുമായിരുന്നു. കഴിഞ്ഞ 2-3 മാസമായി അയാളുടെ ഒരു വിവരവും ഇല്ല, വാടകയും ഇല്ല. ഞാൻ ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു സാറേ, പക്ഷെ ഒരു രക്ഷയും ഇല്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ആ യൂണിറ്റിൻ്റെ താഴ് തല്ലിപ്പൊളിച്ച് അതിനകത്തെ സാധനങ്ങളൊക്കെ വലിച്ചു പുറത്തിടാന്ന് വിചാരിച്ചത്. പക്ഷേ അതിനകത്ത് കണ്ട കാഴ്ച, ഓ, ഞാൻ പേടിച്ച് ചത്തില്ലെന്നേ ഉള്ളൂ. എന്താ നീ അതിനകത്ത് കണ്ടത്? അതിനകത്തൊരു ഫ്രീസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തുറന്നു നോക്കിയപ്പോ കുറച്ച് ഫ്രോസൺ ഇറച്ചിയും പച്ചക്കറികളും. അതെല്ലാം എടുത്ത് ഞാൻ പുറത്തിട്ടു. പക്ഷേ അതിന്റെ അടിയിൽ ഒരു സ്ത്രീയുടെ ശവശരീരം. തണുത്ത് ഐസായി ഞാൻ ചത്തില്ലെന്നേ ഉള്ളൂ സാറേ. കൂൾ ഡൗൺ ശശി, കൂൾ ഡൗൺ. മായ, സർ, അയാൾക്ക് കുറച്ച് വെള്ളം കൊടുക്ക്. ഓക്കെ. എടോ ശശി, താൻ അവിടെ ഇരിക്ക്, എന്നിട്ട് സമാധാനമായിട്ട് പറ, പിന്നെന്താ സംഭവിച്ചത്? ആദ്യം പോലീസിനെ അറിയിക്കാമെന്നാ വിചാരിച്ചത്. പിന്നെ എന്തു പറ്റി? വിളിച്ചിട്ട് പോലീസിനെ കിട്ടിയില്ലേ? അയ്യോ, അതല്ല. പോലീസിനെ അറിയിച്ച നാട്ടുകാരറിയും, എന്റെ ബിസിനസിനെ ബാധിക്കും. അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി. അതിപ്പോ കോളമായി. ആ ബോഡി തൻ്റെ യൂണിറ്റിൽ നിന്നും എങ്ങനെയാണോ ചെറുമൽ മത്തയുടെ വീട്ടു വരാന്തയിലെത്തിയത്? അത് സാറേ, ആ വീട് പണി കോൺട്രാക്ടർ സണ്ണി എന്റെ സുഹൃത്താ. കഴിഞ്ഞ ഇടയ്ക്ക് അയാൾ എന്നോട് പറഞ്ഞിരുന്നു, മത്തായിയുടെ പുതിയ വീടിന്റെ തറവണി തുടങ്ങാറായി, അടുത്ത് തന്നെ മാർബിൾ ഇറക്കുമെന്നു. അപ്പോ എനിക്ക് തോന്നിയൊരു ഐഡിയയാണ്, ആ വീടിന്റെ തറയിൽ അതിനെ കുഴിച്ചിട്ടാ പിന്നെ ആരും അറിയില്ലല്ലോ എന്ന്. ഉടനെ തന്നെ മാർബിൾ പണിയും കഴിയും. എന്തായാലും ചെറുമൽ മത്തായിയെ പോലുള്ള ഒരു അബ്കാരി മുതലാളിയുടെ വീട് കുഴിക്കാൻ പിന്നീട് ആരും ധൈര്യപ്പെടില്ലല്ലോ എന്ന്. അതായിരുന്നു എൻ്റെ ഐഡിയ സാർ. ഇത് നിന്റെ ഐഡിയ അല്ലല്ലോ. നീ അടുത്തെങ്ങാനും ദൃശ്യം സിനിമ കണ്ടിരുന്നോ? ഇത് നമ്മുടെ ലാലേട്ടന്റെ ഐഡിയ അല്ലേ? കണ്ടിരുന്നു. പക്ഷെ എൻ്റെ ഐഡിയ മൊത്തം പാളി. അല്ലേലും ഈ സിനിമാക്കാരെ വിശ്വസിക്കാൻ പാടില്ല. അതുപോട്ടെ, തൻ്റെ ഐഡിയ എങ്ങനെയാ പാളിയെ? അത് സാറേ, ഞാൻ ആ ബോഡിയുമായി എൻ്റെ ലോറിയിൽ അവിടെ എത്തി.
വെളുപ്പാങ്കാലം എത്തിയ ആരും കാണില്ലല്ലോ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ എത്തിയപ്പോൾ അല്പം വൈകിപ്പോയി. ഏകദേശം 4 മണിയായി കാണും. അവിടെ ചെന്നപ്പോൾ ആ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പ്രതീക്ഷ തെറ്റിയത് അത് കഴിഞ്ഞാണ്. ആ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. പണി തീരാത്ത വീടിൻ്റെ ഫ്രണ്ട് ഡോറ് എന്തിനാ സാറേ താഴിട്ട് പൂട്ടുന്നത്? എനിക്കറിയില്ല. ചിലപ്പോ ലാലേട്ടനെ പേടിച്ചിട്ടായിരിക്കാം. എന്നിട്ട് പറ. ഞാൻ ആ ബോഡി ആ വരാന്തയിൽ ഇറക്കി കഴിഞ്ഞിട്ടാ ഫ്രണ്ട് ഡോറിലേക്ക് നോക്കിയത്. അപ്പം എവിടെന്നാന്നറിയില്ല കുറെ കില്ല പട്ടികൾ കുറച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ ആ ബോഡി അവിടെ കളഞ്ഞിട്ട് ജീവനും കൊണ്ട് ലോറി കയറി രക്ഷപ്പെട്ടു. എൻ്റെ ജീവിതം കോഞ്ഞാട്ടിയായി സാറേ. അവർ പേയ്മെന്റ് എങ്ങനെയാണ് ചെയ്തിരുന്നത് ശശി? 6 മാസം അഡ്വാൻസ് പേയ്മെൻ്റ് ആയിരുന്നു സാർ. അതും ക്യാഷായി. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, 2-3 മാസം വരെ പേയ്മെൻറ്റ് കറക്റ്റായിരുന്നു. അത് കഴിഞ്ഞ് അത് നിന്നു. അപ്പോഴാ എനിക്ക് ബുദ്ധിമോശം കാണിക്കേണ്ടി വന്നത്. കരച്ചിൽ നിർത്തറോ. മായ, യെസ് സർ. ഇയാളുടെ കയ്യിൽ നിന്നും കിട്ടേണ്ടത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. യെസ്. ഇയാളെ തിരിച്ച് രഘുവിനെ ഏൽപ്പിച്ചേര്. ഓക്കെ. എന്നിട്ട് IPCയിൽ ചേർക്കാൻ പറ്റുന്ന എല്ലാ ചാർജുകളും ഇവന്റെ പേരിൽ ചേർത്തേര്. ഇൻഡിഗ്നിറ്റി ടുവേർഡ്സ് ഹ്യൂമൻ റിമെയിൻസ് അടക്കം. ഡൺ സർ. പിന്നെ ആ സ്റ്റോറേജ് യൂണിറ്റ് സെർച്ച് ചെയ്തിട്ട് ആ ഫ്രീസർ സീസ് ചെയ്യണം. ഓക്കെ. ഡോക്യുമെന്റ്സും എഴുന്നേൽക്കടോ. ദൈവസഹായം ശശി. ഇനി ദൈവം പോലും തന്നെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല. അയ്യോ, എന്നെ ആ ഭീമന്റെ അടുത്തേക്ക് കൊണ്ടുപോകല്ലേ. ഇവിടെ ഭീമൻ മാത്രമല്ല, പുരാണങ്ങളിലെ പലരുമുണ്ട്. ഘടോത്കചൻ അടക്കം. വാ, പരിചയപ്പെടുത്തിത്തരാം. എന്റെ ഈശ്വര, എന്നെ കാത്തോളേ. സർ, ASI രഘു സാറിന് സാർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. ഇനി എന്താ സർ പ്രശ്നം? അല്ല, ഒരു ആലോചന പോലെ. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, ആരായിരിക്കും ഈ പുതിയ കഥാപാത്രം? മിസ്റ്റർ ജോർജ്. 2-3 മാസം മുമ്പ് വരെ ശശിക്ക് കറക്റ്റായി വാടക കൊടുത്തിരുന്ന ആ ജോർജ്. വാടക മുടങ്ങിയതാണോ അതോ മനഃപൂർവ്വം മുടക്കിയതാണോ? എക്സാക്ട്ലി. ഗുഡ് പോയിന്റ്. ഹലോ, മായ വർമ്മ സ്പീക്കിംഗ്. ഓ, റിയലി? താങ്ക് യു. ഓൾ ഡീറ്റെയിൽസ് എനിക്ക് ഇമെയിൽ ചെയ്യൂ. താങ്ക് യു സർ. KL07AD5209 ഓണർ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പെർഫെക്റ്റ് ടൈമിംഗ്. Can I guess the owner? നമ്മുടെ നന്മമരം പ്രവീൺ. 100% പ്രവീൺ ജോർജ്. അയാളുടെ കേറ്ററിംഗ് കമ്പനിയായ PG കേറ്ററിംഗിന്റെ പേരിലാണ് ആ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രവീൺ ജോർജ്. ജോർജ് ജോർജ്. എടാ പ്രവീൺ, നിന്നെ മീറ്റ് ചെയ്യാൻ സമയമായി. മായ, സർ, എനിക്കവനെ ഇവിടെ കിട്ടണം, 1 മണിക്കൂറിനകത്ത്. കേട്ടല്ലോ? കേട്ടു സർ. കിട്ടിയിരിക്കും. ഞാൻ കൊണ്ടുവന്നിരിക്കും. പ്രവീൺ ജോർജ്, PG കേറ്ററിംഗിന്റെ മുതലാളി, ജോസഫിന്റെ ഉറ്റ സുഹൃത്ത്. ഇനി ഒന്നും ഒളിക്കേണ്ട പ്രവീൺ, നീ പെട്ടു. പെട്ടു. അറിയാം മാഡം. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവരില്ലല്ലോ.
ഓ, പക്ഷെ നിങ്ങൾ പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ശരിയാണ്, ജോസഫിനൊരു കയ്യബദ്ധം പറ്റി. അതിനവനല്ലോ കാരണക്കാരൻ. അവളല്ലേ, ആ ആൻസി. അവളല്ലേ അവനെ എന്നും ഉപദ്രവിച്ചിരുന്നത്. കണ്ട കള്ളും കഞ്ചാവും ഒക്കെ വലിച്ചു കയറ്റി സ്വന്തം കുട്ടികളെപ്പോലും നോക്കാതെ എന്റെ ജോസഫിന്റെ ജീവിതം നശിപ്പിച്ചു. ദേ ദേ ഇപ്പൊ എന്റെയും. ശരിയാണ്, അന്ന് രാത്രി അവൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ കണ്ടത് ആ വർക്കേലിരുന്ന ഫ്രീസറിനകത്ത് അവൾ കിടക്കുന്നു. അവൻ ആകെ തകർന്നിരുന്നു. ശരിയാണ്, അവളുടെ ശവശരീരം അവിടെ നിന്ന് മാറ്റുന്നതിന് മുമ്പ് ഞാൻ പോലീസിനെ അറിയിക്കണമായിരുന്നു. പിന്നെ എന്താണ് അറിയിക്കാതിരുന്നത്? അറിയിച്ചിട്ട് എന്തിനാണ് സാർ? അവനെ അറസ്റ്റ് ചെയ്താൽ ആ കുട്ടികളുടെ ജീവിതം എന്താവും? ഒന്നിനും കൊള്ളാത്ത അമ്മ പോയി. ഇനി ഞാൻ കാരണം അവരുടെ അച്ഛനെ കൂടി. പ്രവീൺ, നിങ്ങളൊരു നന്മമരമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിയമത്തെ കയ്യിലെടുക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആകരുത് അത്. നിയമം നിങ്ങളുടെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ച നിയമമല്ല, മനുഷ്യത്വപരമായിട്ടാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചത്. ജോസഫിനു വേണ്ടി, അവന്റെ കുട്ടികൾക്ക് വേണ്ടി. ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. പ്രവീൺ, നീ തന്നെ അല്ലായിരുന്നോ സ്റ്റോറേജ് യൂണിറ്റ് വാടകയ്ക്കെടുത്ത ജോർജ്? അതെ, ഞാൻ തന്നെയാണ് ആ ജോർജ്. പക്ഷേ യൂണിറ്റ് വാടകയ്ക്കെടുത്തതും ആ ഫ്രീസർ അവിടെ കൊണ്ടുവച്ചതും ഞാനല്ല. ആ രാത്രിയിൽ ജോസഫാണതെല്ലാം ചെയ്തത്. അതവൻ്റെ തീരുമാനമായിരുന്നു. കേറ്ററിങ്ങിൻ്റെ ആവശ്യത്തിനായി ഞാൻ ഉപയോഗിക്കുന്ന മിനി വാൻ അവന് ഞാൻ ഉപയോഗിക്കാൻ കൊടുത്തു. ഞാൻ അത്രേ ചെയ്തുള്ളൂ. എന്തായാലും മരിച്ചുപോയ ജോസഫിനോട് ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. അത് പോട്ടെ. പിന്നെ എന്തുകൊണ്ടാണ് വാടക മുടങ്ങിയത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ജോസഫ് പോയി. ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ ആ വാടക അടച്ചുകൊണ്ടിരിക്കണോ? ഇത്രയും നാൾ അവൻ ക്യാഷ് തരുമായിരുന്നു. ഞാൻ അതുകൊണ്ട് പോയി കൊടുക്കുമെന്നല്ലാതെ എനിക്കതിലൊരു പങ്കുമില്ല. നിനക്കതിൽ പങ്കുണ്ടോ എന്നും നീ ചെയ്തത് തെറ്റാണോ എന്നും കോടതി തീരുമാനിച്ചോളും. എടോ പ്രവീൺ, നീ ഒന്നറിയണം, നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരൻ നിന്നെ പറ്റിക്കുകയായിരുന്നു. കുട്ടികളുണ്ടായതിനു ശേഷം ആൻസി ഒരു ഡ്രഗും ഉപയോഗിച്ചിട്ടില്ല. ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ആ നല്ലൊരു അമ്മയാണ് നീയും ജോസഫും കൂടെ ഇല്ലാതാക്കിയത്. ആ ജോസഫിന് അലീനയുടെ കൂടെ കഴിയാൻ വേണ്ടി മാത്രമായിരുന്നു ആൻസിയെ കൊന്നത്. അതിന് നീ അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നു. എടാ പ്രവീൺ, ആ കുട്ടികൾക്ക് വേണ്ടി, ആൻസിയുടെ പേരൻസിന് വേണ്ടി, അവളുടെ ആത്മാവിന് വേണ്ടി നീ നേരത്തെ പുച്ഛിച്ചു തള്ളിയ ഈ രാജ്യത്തിന്റെ നിയമമുണ്ടല്ലോ, ദി ഇന്ത്യൻ പീനൽ കോഡ്, അതിലുള്ള എല്ലാ നിയമസാധ്യതകളും ഉപയോഗിച്ച് ഞാൻ ഏതറ്റം വരെ പോകും നിന്നെ പൂട്ടാൻ. ഈ ഹനീഫാണ് പറയുന്നത്. DYSP ഹനീഫ് റാവുത്തർ. മനസ്സിലായടാ? മായ, ഇവനെ എടുത്ത് അകത്തിട്. യെസ് സർ, ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. അതെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഔട്ട്കമാണ് ഉണ്ടായത്. സർ. യെസ് സർ. അങ്ങനെ പൂർണ്ണമായി കുറ്റസമ്മതം നടത്തിയില്ല, പക്ഷെ തെളിവുകൾ അവനെതിരെയാണ് സർ. താങ്ക് യു സർ. ഇതെൻ്റെ മാത്രമല്ല, ഒരു ടീം വർക്കിൻ്റെ റിസൾട്ടാണ് സർ. ഇല്ല സർ, ഫൈനൽ റിപ്പോർട്ട് എഴുതാൻ സമയമായില്ല സർ. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് സർ. ഞാൻ സാറിനെ നേരിട്ട് വന്ന് കണ്ട് അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു സർ. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിലെ ഷെർലോക്ക് ഹോംസിന്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി. വെൽ ഡൺ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് സർ. എന്താ സർ, എന്താണ് മുഖത്ത് ഇപ്പോഴും ഒരു സന്തോഷമില്ലല്ലോ? എന്തു പറ്റി? ശരിയാണ് മായ, ഈ കേസ് കംപ്ലീറ്റ് ആയില്ല എന്നൊരു തോന്നൽ.
വാട്ട്? എന്തു പറ്റി സർ? അല്ല മായ, ഞാൻ ഇന്ന് രാവിലെയും കൂടി നമ്മുടെ കേസ് ഫയൽ ഒന്നുകൂടെ വായിക്കുകയായിരുന്നു. ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഞാൻ സ്റ്റക്കായി. ഏതാണ് ആ പോയിന്റ്? അത് നമ്മൾ ആ വാച്ച്മാൻ ശിവൻകുട്ടിയെ കാണാൻ പോയപ്പോൾ അയാൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ആദ്യം വന്ന് പോലീസുകാരൻ ഒന്നും പറയാൻ സമ്മതിച്ചില്ല, പക്ഷേ രണ്ടാമത് വന്ന് പോലീസുകാരനോട് എല്ലാം പറഞ്ഞുവെന്ന്. യാ, ഓർമ്മയുണ്ട്. പ്രവീണിന്റെ വണ്ടിയുടെയും ഫ്രീസറിന്റെയും ഒക്കെ കാര്യങ്ങൾ. യെസ്, പക്ഷേ അതിന് രണ്ടാമത് എന്തിനായിരിക്കും പോലീസ് വന്നത്? എന്നിട്ട് പ്രവീണിന്റെ വണ്ടിയുടെയും ഫ്രീസറിന്റെയും കാര്യം എന്തുകൊണ്ട് നമ്മുടെ ഫയലിലില്ല? ഓ, അതാണോ കാര്യം? ആദ്യം മിസ്സിംഗ് പേഴ്സൺ റിപ്പോർട്ടല്ലേ അന്വേഷിച്ചത്? അതും ആ യൂസ്ലെസ് CI മഹാദേവൻ. അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് ക്ലോസ് ചെയ്യണമായിരുന്നു സർ. എക്സാക്ട്ലി മൈ പോയിന്റ്. മിസ്സിംഗ് പേഴ്സൺ ഫയൽ ക്ലോസ് ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിന് പോലീസ് രണ്ടാമതും അവിടെ പോകണം? That's correct. നോ വറീസ്. നമുക്ക് ആ ശിവൻകുട്ടിയെ ഒന്നുകൂടെ പോയി കാണാം. കം ഓൺ. Yes sir. ശിവൻകുട്ടി, എന്തുണ്ട് വിശേഷം? അയ്യോ സാറുമാരോ, വരൂ വരൂ. എന്തായാലും ഞാൻ സാറിനോടും മാഡത്തിനോടും ID ചോദിക്കുന്നില്ല. പത്രത്തിൽ കണ്ടിരുന്നു ന്യൂസ്. പുണ്യം കിട്ടും സാറേ, പുണ്യം കിട്ടും. ആ പുണ്യത്തിന്റെ ഒരു പങ്ക് ശിവൻകുട്ടിക്കുമുള്ളതാണ്. നിങ്ങൾ അന്ന് തന്ന ആ ഇൻഫർമേഷനാണ് ഞങ്ങളെ ഈ കേസ് തെളിയിക്കാൻ സഹായിച്ചത്. സോ താങ്ക് യു. അത് ശരി. അപ്പോൾ ആദ്യം വന്ന ആ സാർ ഈ കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ ഈ കേസ് പണ്ടേ തെളിഞ്ഞേനെ അല്ലേ? ആ, അത് സാരമില്ല. അല്പം വൈകിയെങ്കിലും സാറുമാരത് തെളിയിച്ചല്ലോ. അല്ല, എന്താ സാർ വീണ്ടും വന്നത്? അന്ന് ശിവൻകുട്ടി ഞങ്ങളോട് പറഞ്ഞില്ലേ, ആദ്യം വന്ന് പോലീസുകാരനെ പറ്റി, അത് കഴിഞ്ഞ് രണ്ടാമത് വന്ന് പോലീസുകാരനെ പറ്റിയും. ഉവ്വ്, പറഞ്ഞിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ ശിവൻകുട്ടിക്ക്? അതിന് രണ്ടാമത് വന്ന പോലീസുകാരൻ 5 വർഷം മുൻപാണ് വന്നതെന്ന് ആര് പറഞ്ഞു? പിന്നെ കഴിഞ്ഞ വർഷമാണ് ആ രണ്ടാമത്തെ പോലീസുകാരൻ വന്ന് എന്നോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്. ആ സാറിനോടാണ് ഞാനെല്ലാം പറഞ്ഞത്. എന്നിട്ട് ആ സാർ പുറകിലുള്ള ഡെലിവറി ലിഫ്റ്റിൻ്റെ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചും പോയി. പിന്നെ കണ്ടിട്ടില്ല. എന്താ സാർ? ഹേയ്, ഒന്നുമില്ല. ആ സാറിനെ കണ്ടാൽ എങ്ങനെയിരിക്കും? കുറച്ച് വയസ്സായ ആളായിരുന്നു. കണ്ടാൽ അറിയാം പോലീസാണെന്ന്. ID ചോദിച്ചിരുന്നോ? ഇല്ല, ചോദിച്ചില്ല. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ. വേറെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല സാർ. എന്തെങ്കിലും ഓർക്കുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ആ സാർ, ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താ? ആ സാറിന് ഇടത്തെ കാലിനൊരു മുടന്നുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ബൈക്കിൽ നിന്ന് വീണതാ എന്നാ പറഞ്ഞത്. ഓ മൈ ഗോഡ്, മിസ്റ്റർ അലക്സാണ്ടർ? യെസ്, ആൻസിയുടെ അപ്പൻ മിസ്റ്റർ അലക്സാണ്ടർ. അൽഹംദുലില്ലാഹ്. ആൻസി എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടുപിടിച്ചു. ആരാണ് കൊന്നതെന്നും കണ്ടുപിടിച്ചു. കൂട്ടാളിയെ അറസ്റ്റും ചെയ്തു. കമ്മീഷണർ സർ വളരെ ഹാപ്പിയാണ്. ഇനി എന്തിനാണ് സർ മിസ്റ്റർ അലക്സാണ്ടറെ കൂടെ? അങ്ങനെയാണ് മായ നമ്മൾ പോലീസുകാരുടെ ജീവിതം. കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തുക എന്ന് മാത്രമാണ് നമ്മുടെ ജോലി. അവർ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്.
നമുക്കതിന് അവകാശമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഇതിനു മുമ്പ് എൻ്റെ മനസ്സിങ്ങനെ പതറിയിട്ടില്ല. പക്ഷേ എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. വരൂ. ആ DYSP സാറോ, എന്താ ഈ രാത്രിയിൽ ഇത്ര വൈകി? മിസ്റ്റർ അലക്സാണ്ടർ, നിങ്ങൾ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിനാണ് സാർ? നാളെ വന്നാ പോരെ? ഇവിടെ കുട്ടികളും മേരിയും മാത്രമേ ഉള്ളൂ. സോറി മിസ്റ്റർ അലക്സാണ്ടർ, ജോസഫിൻ്റെ മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനാണ്. ഓക്കെ, ഞാൻ വരാം. അപ്പോ ആ വാച്ച്മാനോട് ഒരു വണ്ടിയുടെയും ഫ്രീസറിൻ്റെയും കാര്യം ചോദിച്ചതിനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? വെറും ഒരു ഫ്രീസർ അല്ല സർ, ആ ഫ്രീസർ ആൻസി കിടന്നിരുന്ന ആ ഫ്രീസർ. നിങ്ങളുടെ കൺക്ലൂഷൻ സത്യമാണെന്ന് വെക്കുക. എങ്കിൽ എന്തായിരിക്കും എനിക്കെതിരെയുള്ള പോലീസ് ചാർജ്? ഞങ്ങളുടെ കൺക്ലൂഷൻ ശരിയാണെങ്കിൽ, അത് ജോസഫിന്റെ മരണത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ ഇതൊരു മർഡർ ചാർജ് ആകും. ആൻസി ഒളിച്ചോടിയെന്നറിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഞാൻ ജോസഫിൻ്റെ ഫ്ലാറ്റിൽ പോയിരുന്നു. എൻ്റെ ചോദ്യങ്ങൾക്കവൻ മതിയായ ഉത്തരം തന്നില്ല. അവൻ എന്നിൽ നിന്നും എന്തോ ഒളിക്കുന്നതായി എനിക്ക് സംശയം തോന്നി. ആ ചിന്തകൾ എൻ്റെ മനസ്സിൽ കിടന്നു പുകഞ്ഞു. ഒടുവിൽ എൻ്റെ രീതിയിൽ അന്വേഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന കൺക്ലൂഷനിൽ ഞാൻ പണ്ടേ എത്തിച്ചേർന്നതാ. നിങ്ങൾക്ക് മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ എക്സ്പെർട്ടീസ് ഉള്ളത്. ശിവൻകുട്ടി എനിക്ക് തന്ന ഇൻഫോർമേഷൻ എൻ്റെ സംശയങ്ങൾ ശരിയായിരുന്നു എന്ന് ഉറപ്പാക്കി. ആൻസി അന്ന് അവിടെ നിന്നും ജീവനോടെ അല്ല പുറത്തു പോയത്. ജോസഫ് അറിയാതെ, അല്ലെങ്കിൽ അവൻ കാരണമല്ലാതെ അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ജോസഫിനെ കൊല്ലുക എന്നതല്ല അതിനുള്ള പ്രതിവിധി. അതിനവനെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞില്ലല്ലോ ഓഫീസർ. മൈസൂരിൽ പോകുന്ന വഴിക്ക് ഏതോ അജ്ഞാതൻ അവനെ വെടിവെച്ചു കൊന്നു എന്നാണ് പോലീസ് എന്നോട് പറഞ്ഞത്. എനിക്കും അത്രയേ അറിയൂ. ഇനി അതല്ല, സ്വന്തം മോളെ ജീവന് തുല്യം സ്നേഹിച്ച ഒരച്ഛനും അമ്മയുമാണ് ജോസഫിനെ പോലുള്ളൊരു ക്രൂരനെ കൊന്നതെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് ഈ ലോകം പറയില്ല. ഒരു മകളുടെ ജീവിതം നഷ്ടമാകുമ്പോൾ അത് നഷ്ടപ്പെടുത്തിയവനെ പിന്തുടർന്ന് തക്കം കിട്ടുമ്പോൾ വെടിവെച്ച് കൊന്നാൽ ഒരാളും ആ അച്ഛനെ കുറ്റക്കാരനെന്ന് പറയില്ല. ആ വാച്ച്മാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്ന സംശയങ്ങൾ ശരിയായിരുന്നു എന്ന് മാത്രമേ തെളിയിക്കൂ. അതിൽ കൂടുതലൊന്നും തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല സാർ. എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. അതല്ല എങ്കിൽ എനിക്ക് വീട്ടിൽ പോണം. മരുന്ന് കഴിക്കാൻ സമയമായി. സർ, യെസ് മായ, ഇദ്ദേഹത്തിനെ വീട്ടിൽ വിടാനുള്ള ഏർപ്പാട് ചെയ്യൂ. ഓക്കെ സർ. സർ, പോകുന്നതിന് മുമ്പ് എനിക്കൊരു വാക്ക് തരണം. എന്താ അത്? ഇനി നിങ്ങൾ കർത്താവിന് മുമ്പിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ജോസഫിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മനഃശാന്തിക്കായി കൂടി പ്രാർത്ഥിക്കണം. അവരും ഒരു അപ്പനും അമ്മയുമല്ലേ സർ?
മനസ്സറിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കിട്ടാത്തതായ ഒരു ചോദ്യവുമില്ല ഈ ഭൂമിയിൽ. പക്ഷേ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്തതാണ്. ജോസഫിൻ്റെ മരണവും അങ്ങനെയുള്ള ഒരു ചോദ്യമാകട്ടെ. ഉത്തരം വേണ്ടാത്ത ചോദ്യം. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ എന്ന റേഡിയോ നാടകത്തിൻ്റെ അവസാന ഭാഗം. ഈ നാടകത്തിൽ ശബ്ദം നൽകിയവർ ഡിവൈഎസ്പി ഹനീഫ് റാവുത്തർ, റോജി വർഗീസ്, SI മായാവർമ്മ, അതുല്യ ശ്രീജിത്ത്, ചെറുമൽ മത്തായി, മിഥുൻ കണിയാമ്പറമ്പിൽ, അലക്സാണ്ടർ, ശംഭു ശ്രീകുമാർ, പ്രവീൺ ജോർജ്, ശ്രീകാന്ത് വിദ്യാധരൻ, വാച്ച്മാൻ ശിവൻകുട്ടി, സന്ദീപ് ബാബു, അലീന, ബെൻസി ഫ്രാൻസിസ്, ഗോപി, അരുൺ ബേബി, ശശി, വിജയ് ഗംഗൻ. പ്രൊഡ്യൂസ്ഡ് ബൈ ഐഡിയ വെബ് ടെക്നോളജീസ് ലിമിറ്റഡ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബൈ മജോ കോഡാലി. Script and direction by Shampoo Srikumar.